الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فقد قال الله سبحانه وتعالى في محكم التنزيل أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. ഇന്ന് നമ്മുടെ സമൂഹം എത്തി നിൽക്കുന്ന വളരെ ഭീകരമായ, ഭീതിതമായ ഒരവസ്ഥ. അതിൽ രാഷ്ട്രീയ നേതൃത്വം, മതനേതൃത്വം, സാമൂഹിക മേഖലകളിലുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ കുടുംബത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബനാഥന്മാർ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വസ്തുത, നമ്മുടെ സമൂഹം വലിയ ഭീതിതമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ജീവിതത്തിന്, ഈ ആയുസ്സിന്, നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങൾക്ക് എല്ലാത്തിനും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്നാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലുടനീളം നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. എന്നാൽ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരോട് ചോദിച്ചു നോക്കുക, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം? നിങ്ങളിപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് പറയാനുള്ള മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. കാരണം ഇന്നത്തെ മുദ്രാവാക്യം തന്നെ മൈ ലൈഫ് മൈ ചോയ്സ് എന്നതാണ്. എൻ്റെ ജീവിതം എന്നത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്താണോ
അതാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൽ ഇടപെടാനോ ആ ജീവിതത്തിൻ്റെ ദിശ നിർണയിക്കാനോ നിങ്ങൾക്കാർക്കും അവകാശമില്ല. അതിൽ മതനേതൃത്വത്തിൻ്റെ ഇടപെടൽ ആവശ്യമില്ല. എൻ്റെ വാപ്പയും ഉമ്മയും അവർ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. ആ വ്യക്തികൾക്ക് അവരുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെയുണ്ട്. അതേപോലെ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും തടുത്തു നിർത്താനും ഇല്ലാതെയാക്കുവാനും, അത് വേണ്ട എന്ന് പറയാനും അത് ശരിയല്ല എന്ന് പറയാനും ഒരിക്കലും എൻ്റെ പിതാവിനോ മാതാവിനോ എൻ്റെ മതനേതൃത്വത്തിനോ സാക്ഷാൽ അള്ളാഹുവിന് പോലും അവകാശമില്ല. അത്രയും ഭീകരമാണ് ഇന്നത്തെ അവസ്ഥ. അത്രയും ഭീകരമായ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ റോൾ മോഡലുകൾ ആരൊക്കെയാണ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും ഒക്കെ ആധുനിക തലമുറ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ശ്രദ്ധേയമായ ആ പേരൊന്നും പള്ളിയിൽ വെച്ച് പറയാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഒരാൾ, അയാളുടെ ഒരു ചോദ്യമുണ്ട്, മനുഷ്യ നന്മയ്ക്കു വേണ്ടി എന്താണ് ഒരു അരവരെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന വേദഗ്രന്ഥങ്ങളിൽ എവിടെങ്കിലും ഉണ്ടോ, ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്ന മഹാവിഡ്ഢികളും അബദ്ധസഞ്ചാരം മാത്രം ആഗ്രഹിക്കുന്ന ചില ആളുകളുമൊക്കെയാണ് പുതുതലമുറയുടെ റോൾ മോഡലുകൾ. ഇവിടെയാണ് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകം ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹുവിൻ്റെ ഖുർആൻ, ആ ഖുർആനിലെ സൂറത്ത് ഫാത്തിറിന്റെ 37-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖൂ ഫമാ ലിൽളാലിമീന മിൻ നസീർ. അല്ലാഹുവിൻ്റെ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, അതിവിടെ വെച്ച് നടക്കുന്ന സംഗതിയെക്കുറിച്ചല്ല. ഈ ജീവിതത്തിൻ്റെ എൻഡിങ് പോയിന്റ്, സുനിശ്ചിതമായും വളരെ അനിഷേധ്യമായും നടക്കാൻ പോകുന്ന ജീവിതത്തിൻ്റെ ഒരു അന്ത്യമുണ്ട്. അത് വിസ്മരിക്കാനും എതിർക്കാനും ഇല്ല എന്ന് പറയാനും യാതൊരു തരത്തിൽ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. അങ്ങനെ ജീവിതം അവസാനിച്ചു. തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്നു പ്രവർത്തിച്ച ആളുകൾ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും പ്രവർത്തിക്കേണ്ടത് അത് അനാവശ്യമായി തോന്നുകയും ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് അലംഘനീയമായ അള്ളാഹുവിൻ്റെ വിധി വന്നു ചേരുകയാണ്. ആ വിധി നരകത്തിൻ്റെ കഠിനമായ ശിക്ഷ അനുഭവിക്കുവാനാണ്. ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ, അതിൻ്റെ അഗ്നിയിൽ അവർ വെന്തുരുകുമ്പോൾ, അവിടെ കിടന്നുകൊണ്ട് അവർ അട്ടഹസിച്ചുകൊണ്ട് പറയുന്ന വാചകമാണ് സൂറത്ത് ഫാത്തിറിൽ അല്ലാഹു പറയുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? വഹും യസ്തരിഖൂന ഫീഹാ, അവരതാ ആ നരകത്തിൽ കിടന്ന് അട്ടഹസിക്കുകയാണ്. നരകത്തിൽ അവർ അട്ടഹാസം മുഴക്കുകയാണ്. റബ്ബനാ
ഗൈറല്ലദീ കുന്നാ നഅമൽ. നാഥ, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ നരകത്തിൻ്റെ കിരാതമായ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഈ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരുമോ? ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കുമോ അല്ലാഹ്? എങ്കിൽ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തിരുന്ന അബദ്ധസഞ്ചാരങ്ങളോടെല്ലാം ഞങ്ങൾ രാജി പറഞ്ഞുകൊണ്ട് എല്ലാ ദുർപ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സുഹൃത പ്രവർത്തനങ്ങളിലൂടെ കടന്നു വരാൻ ഞങ്ങൾക്കൊരവസരം കൂടി തരുമോ എന്ന് അള്ളാഹുവിനോട് അട്ടഹസിക്കുന്ന കാഴ്ചയാണ് ഖുർആൻ. അതൊരു വല്ലാത്ത വർത്തമാനമാണ്. അതൊരു വല്ലാത്ത വർത്തമാനം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ മക്കളോട്, നമ്മുടെ കുട്ടികളോട്, പുതിയ തലമുറയോട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിക്കോളൂ. അവരുടെ ഇഷ്ടത്തിനെതിരാണെങ്കിൽ അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്താണ് നിങ്ങളീ പറയുന്നത്? ഇതെങ്ങനെ ഇവിടെ നടക്കുക? എങ്ങനെ നടപ്പിലാവും? അതൊക്കെ എങ്ങനെയാ ചെയ്യുക എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചാടിക്കടിക്കുന്ന, ദേഷ്യപ്പെടുന്ന കുട്ടികളെ കാണാം. ആ കുട്ടികൾ, ഞാനത് ഉദാഹരണം പറഞ്ഞതാണ്, നമ്മുടെ സമൂഹം ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിന്നെ അയച്ചതിൻ്റെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 6236 ആയത്തുകൾ, 6236 ആയത്തുകൾ, ഖുർആനിലെ മഹാഭൂരിപക്ഷം ഇടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള സുപ്രധാനമായ വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ. ഒറ്റ ഉത്തരമേ അതിനുള്ളൂ. ഖുർആനിലെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും അള്ളാഹു എടുത്തുവെച്ച, പറഞ്ഞുവെച്ച യഥാർത്ഥ വിഷയം എന്ത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് റുബൂബിയ്യത്താണ്. അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിനെ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിങ്ങനെ സ്ഥാപിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രത്യേകത റുബൂബിയത്തിലൂടെയാണ് ഉലൂഹിയത്തിലേക്ക് കടന്നു വരേണ്ടത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുവാൻ ഒരു മനുഷ്യൻ്റെ മനസ്സ് പാകപ്പെടുന്നതും അള്ളാഹുവിൻ്റെ മുന്നിൽ വിനീത വിധേയനാവാൻ അവനെ പ്രേരിപ്പിക്കുന്നതും അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് മനസ്സിലാക്കുമ്പോഴാണ്. അതായത് ഒരു ചോദ്യം, കഴിഞ്ഞകാല പണ്ഡിതന്മാരൊക്കെ ഈ രൂപത്തിൽ ചിന്തിക്കാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഈ ആയത്ത് മറന്നു പോരുതട്ടെ, ഞാൻ വെച്ച ഭാഗം മറന്നു പോരുത്. നരകത്തിൽ അട്ടഹാസം മുഴക്കി ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് വിടുമോ, ഞങ്ങൾ മുമ്പ് ചെയ്തതല്ലാത്ത നന്മകൾ ചെയ്യാമായിരുന്നു, സുഹൃത പ്രവർത്തനങ്ങൾ ചെയ്യാമായിരുന്നു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു നൽകിയിട്ടുള്ള വിശാലമായ അനുഗ്രഹങ്ങളെയും അള്ളാഹുവിൻ്റെ സംവിധാനത്തെയും മനസ്സിലാക്കുമ്പോൾ ഞാനെന്ന വ്യക്തിയും അള്ളാഹു വെച്ച സംവിധാനങ്ങളുമായി കണക്ട് ചെയ്യപ്പെടുന്നത് എന്തിന് എന്നത് ഗൗരവതരമായ ചിന്തയാണ്. എന്തിനാണ് സൂര്യൻ ഉദിക്കുന്നത്, അഥവാ സൂര്യൻ നമ്മുടെ ഈ മേഖലയിലേക്ക് സൂര്യൻ കടന്നു പോകുന്നത്, എന്തിനാണ് മഴ വർഷിക്കുന്നത്, എന്തിനാണ് ലക്ഷക്കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഈ ഭൂമിയെ യാതൊരുവിധ എഫക്റ്റും എനിക്ക് തരാതെ ഇതിൻ്റെ ഉപരിതലത്തെ സംവിധാനിച്ചത് എന്തിനാണ്? ഇങ്ങനെ തുടങ്ങി
അവനുമായി ബന്ധപ്പെടുന്ന ഓരോന്നും പരിശോധിച്ചു നോക്കുമ്പോഴാണ് അവൻ്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, എൻ്റെ റബ്ബ് ഇതെല്ലാം എനിക്ക് അനുകൂലമായി സംവിധാനിച്ചു തന്നതാണ്, എനിക്ക് തന്നതാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം എനിക്ക് തന്നതാണ്. എന്തിന്? അവിടെയാണ് ചോദ്യം. എന്തിന് ഇങ്ങനെ ഒരു സംവിധാനം? എന്തിനാണ് അള്ളാഹു അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത്? അതിൻ്റെ ഉത്തരമാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അഥവാ ഭൂതവർഗത്തെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ഭക്ഷണം കഴിക്കലാണോ? വെള്ളം കുടിക്കലാണോ? തൻ്റെ വൈകാരികത ശമിപ്പിക്കാൻ ഇണയുമായി അവൻ സല്ലാപത്തിലേർപ്പെട്ട് അവൻ ബന്ധപ്പെടലാണോ? അതല്ല ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടെയെല്ലാം തനിക്കുള്ള ആനന്ദം കണ്ടെത്തലാണോ ലക്ഷ്യം? അല്ല, ഒരിക്കലും അല്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് നിന്റെ ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. എന്തിനാണ് ഭക്ഷണം? അത് എൻ്റെ ഇഷ്ടത്തിന് തിന്നാനുള്ളതല്ല, മറിച്ച് എൻ്റെ റബ്ബിന് ഇബാദത്തെടുക്കാൻ വേണ്ടി എനിക്ക് ആരോഗ്യമുണ്ടാവാൻ, എൻ്റെ ശരീരം നിലനിൽക്കാൻ ഞാൻ ഭക്ഷണം കഴിക്കണം. എന്തിനാണ് എനിക്കൊരു ഇണ? രണ്ട് ഘടകങ്ങൾ. ഒന്ന്, മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ച. രണ്ട്, എൻ്റെ വൈകാരികമായ തൃഷ്ണയെ അകറ്റി എൻ്റെ മനസ്സ് റബ്ബിലേക്ക് മാത്രമായി തിരിക്കാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ മനസ്സ് ശാന്തമാക്കുക. ഏതും കണക്ട് ചെയ്തോളിങ്ങൾ, ഏത് കണക്ട് ചെയ്താലും എല്ലാം ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് മാത്രമായി തിരിയും. അവിടെയാണ് നന്മകളുടെ മേഖലകൾ ഒന്നൊന്നായി തെളിഞ്ഞു വരുന്നത്. അവിടെയാണ് താൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പണികളെക്കുറിച്ച് ഖുർആൻ വിശദീകരിച്ചത്. അവിടെയാണ് താൻ ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളെക്കുറിച്ച് ഖുർആൻ വിശദീകരിച്ചത്. ഈ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തി തന്നിട്ട് റബ്ബ് പറഞ്ഞതാണ്, നീ ഇന്നത് ചെയ്യാവൂ, ഇന്നത് ചെയ്യാൻ പാടില്ല. ഇന്നത് ചെയ്താൽ ഈ ഭൂമി ലോകത്ത് തന്നെ നീ എൻ്റെ നല്ല അടിമയാവുകയും നാളെ നീ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് ഞാൻ അർഹമായ പ്രതിഫലം തന്ന് നിനക്ക് ഏറ്റവും സുന്ദരമായൊരിടം നിനക്ക് വേണ്ടി തരുകയും ചെയ്യും. ബോണസാണത്. അമലിൻ്റെ പ്രതിഫലമല്ല സ്വർഗം എന്നാണ്. വേറെ വിഷയമാണ്, ഞാനൊന്നും പോകുന്നില്ല. ഇതിങ്ങനെ മനുഷ്യൻ ആലോചിക്കേണ്ടതാണ്, ഇരുന്ന് ആലോചിക്കേണ്ടതാണ്. ഈ ഇരുന്ന ആലോചന ഏത് സാധനത്തെയും കണക്ട് ചെയ്യണത് ഇങ്ങോട്ടായിരിക്കും, അല്ലേ? പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നോക്ക്, ഖുർആനാ വന്ന ശൈലി നോക്കുക. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആരാണ് ബുദ്ധിയുള്ളവർ? ആരാണ് ബുദ്ധിയുള്ളവർ? വലിയ ശാസ്ത്രജ്ഞനാണ് എന്ന ആ ശാസ്ത്രത്തിൻ്റെ മേലങ്കി എടുത്തണിഞ്ഞ് ആളുകളുടെ മുന്നിൽ വൈറ്റ് കോളറുകളുടെ സൃഷ്ടിച്ച് താനാണ് ഏറ്റവും വലുതെന്ന് പറയപ്പെടുന്ന ആളുകളെ കുറിച്ചേ അല്ല ഖുർആന്റെ പ്രയോഗം. അത്തരം ആളുകളെ കുറിച്ചേ അല്ല. വലിയ ശാസ്ത്രത്തിന്റെ ഉന്നതമനത്തിലേക്ക് കടന്ന് വലിയ വലിയ
പിന്നെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ തങ്ങളെക്കാൾ വലുതൊരാളില്ല എന്നൊക്കെ വലിയ തലങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെ കുറിച്ചല്ല. പിന്നെന്താ? വെരി സിമ്പിൾ. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവരാരാണ്? ബുദ്ധിയുള്ള മനുഷ്യന്മാരാരാണ്? അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് തൻ്റെ ചിന്തയെ വ്യാപരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കൃത്യമായ ഗുണപാഠം ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകുന്ന ആളുകളാരാ? അല്ലദീന യദ്കുറൂനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ളവരാണ്. കേവലം ഏതെങ്കിലും സന്ദർഭങ്ങളിൽ മാത്രമാണോ യദ്കുറൂനല്ലാഹ ഖിയാമൻ? നിന്നുകൊണ്ട്, നൃത്തത്തിൽ, ഇരുത്തത്തിൽ, കിടത്തത്തിൽ, ഏത് സന്ദർഭങ്ങളിലും അവിടെയെല്ലാം അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ളവരാണ്. വയതഫക്കറൂൻ, അവർ ചിന്തിക്കുകയാണ്. ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ഇരുന്ന് ആലോചിക്കുകയാണ്. അതിൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. നാഥാ, ഈ പ്രവിശാലമായ ആകാശത്തെയും സുന്ദരമായ ഈ ഭൂമിയെയും നീ വ്രതാവിൽ സൃഷ്ടിച്ചതല്ല അല്ലാ. ഇതൊന്നും തന്നെ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും തന്നെ പൊളിയല്ല, ഇതൊന്നും തന്നെ കളിയല്ല, ഇതൊന്നും തന്നെ വിനോദമല്ല. അതെല്ലാം കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് നീ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നാഥാ, നിന്നോടുള്ള പ്രവർത്തനങ്ങളിൽ എവിടെങ്കിലും അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും ഞാൻ അരുതാത്തത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആ വല്ലാത്ത അവസ്ഥയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ. ഇങ്ങനെ പറയാൻ ഒരു മനുഷ്യനെ ആക്കി തീർക്കുക എന്നുള്ളതാണ് പ്രത്യേകത. കണ്ടതിൻ്റെ പിന്നാലെയൊക്കെ ഓടിയിട്ട് കസർത്ത് കളിക്കാനല്ല. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ഒരു സാധാരണക്കാരൻ, അയാൾ നിരന്തരം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് അവൻ സൃഷ്ടിച്ചു വെച്ചതിനെ കുറിച്ച് ആലോചിക്കുക. ഹലോ, ഇനി സംശയം ചോദിച്ചോട്ടെ? ആ, വീട്ടിലുള്ള പറമ്പിൽ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാ? പറമ്പിലൂടെ നടന്നിക്കണമെന്ന് കണ്ടിട്ടുണ്ടാ? ആ പറമ്പിലൂടെ നടന്നപ്പോൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തി എന്തെങ്കിലും ഒന്ന് ഈ അടുത്ത കാലത്ത് കണ്ടുക്കണം? എന്താ? ഇല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല ഒന്നും. കാരണം നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ, അല്ലേ? പക്ഷെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം. അവിടെ ഒരൊറ്റ നിമിഷം നമ്മളുടെ പറമ്പിൽ, നമ്മളുടെ തൊടിയിൽ നാം തൊടാതെ, നമ്മുടെ പരിലാളന ഇല്ലാതെ വളരെ ഭംഗിയായി വളരുകയും അതിൻ്റെ കായ്കനികൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ചെടികൾ, മരങ്ങൾ നമ്മുടെ പറമ്പിലുണ്ട്, ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതിനോട് നേരെ നമുക്ക് മറ്റൊരുത്തം പറഞ്ഞ പോലെ ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലേൽ ഒരു കുന്തവുമില്ല. പക്ഷെ അങ്ങനല്ല. ഒരു യഥാർത്ഥ മനുഷ്യൻ, നന്ദിയുള്ള മനുഷ്യനെന്ന് ഞാൻ ചുരുക്കി പറയാം. ഒരു നന്ദിയുള്ള മനുഷ്യൻ എപ്പോഴും അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് കൃത്യമായി ശ്രദ്ധിക്കുന്നവനാണ്. എന്തുകൊണ്ടാണ് പറയും? ആ ശ്രദ്ധയിൽ നിന്നാണ് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും റബ്ബ് എനിക്ക് നൽകിയതിനെക്കുറിച്ചുള്ള ബോധവും ഉണ്ടാവുക, അല്ലേ? കഴിഞ്ഞ വർഷം എൻ്റെ മുഖത്ത് ഈ സാധനമില്ല,
നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഞാൻ കണ്ണട വെക്കലില്ലായിരുന്നു. ഇന്നും കണ്ണട വെച്ചില്ലെങ്കിൽ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റില്ല, അങ്ങനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങോട്ട് നോക്കാൻ പറ്റൂല, മനസ്സിലായി? ഇങ്ങോട്ട് നോക്കിയാൽ അവിടെ ഒന്നും വ്യക്തമല്ല. കാരണം കാഴ്ച കുറഞ്ഞു. കാഴ്ച കുറഞ്ഞു എന്ന് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് ബേജാറ് വന്നു തുടങ്ങി, അല്ലേ? അതുവരെ നമ്മൾ ഇയാളെക്കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ ഇല്ല. ഉണ്ടോ? പറയും. കാഴ്ച കുറയുന്നത് വരെ ഇയാളെക്കുറിച്ച് വല്ലതും ചിന്തിച്ചിരുന്നോ? ഇതിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നോ? ഇതെന്തിനാ റബ്ബ് തന്നത്? എല്ലാം കാണാനാണ് നമ്മൾ വന്നത്, കാണാനുള്ളതൊക്കെ അല്ല. ഇത്രയും വലിയൊരു അനുഗ്രഹം നമ്മുടെയൊക്കെ മുഖത്ത് അള്ളാഹു സംവിധാനിച്ചു വെച്ചതിലേക്ക് നമ്മുടെ ശ്രദ്ധ ഇതുവരെ പോയില്ല. എന്തുകൊണ്ട്? നമ്മൾ ബുദ്ധിയുള്ളവരല്ലാത്തതുകൊണ്ട് തന്നെ. കാരണം തഫക്കുർ വരണമെങ്കിൽ, ഫിക്ർ വേണമെങ്കിൽ എന്തു വേണം? ലുബ്ബുണ്ടാവണം. ലുബ്ബ് എന്ന് പറഞ്ഞാൽ കാമ്പ്, കയമ്പുണ്ടാവണം. അതിനെയാണ് ബുദ്ധി എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഉലിൽ അൽബാബ്, ലുബിൻ്റെ ബഹുവചനാണ് അൽബാബ്. മനസ്സിലായോ? ആ ലുബില്ല. ഇപ്പൊ കിഷർ മാത്രമേ ഉള്ളൂ. കിഷർ എന്ന് പറഞ്ഞാൽ എന്താ? കിഷർ തോട് മാത്രമേ ഉള്ളൂ, കാമ്പില്ല. കാമ്പില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫിക്റുമില്ല. യഥാർത്ഥത്തിൽ ഒരു മൃഗത്തിൻ്റെ ഫിക്ർ എന്താണ്? ഒരു മൃഗത്തിൻ്റെ ഫിക്ർ എന്താണ്? മൃഗത്തിൻ്റെ ചിന്ത എന്നത് തീർത്തും അതിൻ്റെ ജഡിക വികാരം മാത്രമാണ്. മനസ്സിലായോ? ജഡിക വികാരം മാത്രമാണ് എന്ന് പറഞ്ഞാൽ അതിന് വിശപ്പും അടക്കാനും ദാഹം ശമിപ്പിക്കാനുമുള്ള സാധനത്തെ വേണം. 2, അതിന് വികാരം വന്നാൽ അത് തീർക്കാനുള്ള സംഗതിയും വേണം. ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഏതെങ്കിലും ഒരു പോത്ത് പരീക്ഷ എഴുതി ജയിക്കണുണ്ടോ? ഏതെങ്കിലും ഒരു പോത്ത് ഒരു മരത്തിൻ്റെ മുന്നിൽ പോയിട്ട്, പുഷ്പത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ അന്തി ചന്താളിച്ചു വാവ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടാ? ഉണ്ടോന്ന്? ഇല്ല. എന്തുകൊണ്ടില്ല? എന്തല്ലാത്തത്? അതിനാ ഫിക്റിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ മുന്നിൽ 2 ലക്ഷ്യമേ ഉള്ളൂ. എന്ത്? തിന്നുക, കുടിക്കുക, തൻ്റെ ആഗ്രഹം അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു മനുഷ്യൻ അങ്ങനല്ല, അല്ലേ? ഒരു മനുഷ്യൻ അങ്ങനല്ല. ഒരു റോസപ്പൂവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വെറും ഒരു ആനന്ദം മാത്രമാണെങ്കിൽ അവന് യഥാർത്ഥത്തിലുള്ള കാമ്പില്ലാത്തവനാണെന്ന് പറയാം. എന്നാൽ ആ പുഷ്പത്തിൻ്റെ മനോഹാരിതയിൽ നിന്ന്, ആ പുഷ്പത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ റബ്ബിൻ്റെ ആ ഖുദ്റത്ത് മാഹിറയിലേക്ക്, അവൻ്റെ ശക്തി വൈഭവത്തിലേക്ക്, അവൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിലേക്ക് നിന്റെ മനസ്സ് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നീയാണ് ശരിക്ക്, നീയാണ് നല്ല മനുഷ്യൻ. അപ്പോൾ എൻ്റെ ചിന്ത അങ്ങോട്ട് എന്താ? മുമ്പൊരു മനുഷ്യനുണ്ടായിരുന്നു, അയാൾ ശരിയോ തെറ്റോ വേറെ വിഷയം. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഭ്രാന്തനാണെന്നല്ല എല്ലാവരും പറയാം, ഭ്രാന്തനാണെന്ന് പറയാം. കാരണം അയാൾ എന്ത് കണ്ടാലും അയാൾ എന്ന് പറയും അള്ളാഹുവിനെ കണ്ടെത്തുന്ന മനുഷ്യനായിരുന്നു. എതിലൂടെയും റബ്ബിനെ കണ്ടെത്തുന്നയാൾ. എന്ത് കണ്ടാലും അതിലൂടെ അയാളുടെ ചിന്ത പോകുന്നത് അള്ളാഹുവിലേക്കാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരികയും ഞാൻ നല്ലയാളായി മാറുകയും ചെയ്യാം. ഇത് ചെയ്യാത്തതിൻ്റെ പേരിലാണ് റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതല്ലാത്ത സുഹൃത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായി ഈ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കുമോ? അപ്പോഴല്ലാഹുവിൻ്റെ ചോദ്യമാണ്, അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ.
അള്ളാഹുവിൻ്റെ ചോദ്യം, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കുന്ന ആൾക്ക്, ഉപദേശം സ്വീകരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് അതിന് പറ്റിയ ഒരു സമയം നിങ്ങൾക്ക് നാം തന്നില്ലയോ? ഒരായുസ്സു നാം തന്നില്ലയോ? താക്കീതുകാര് നിങ്ങൾക്ക് വരികയും ചെയ്തില്ലയോ? ഖുർആന്റെ ചോദ്യം ഒന്ന്, ചിന്തിക്കാൻ പറ്റുന്നൊരു ടൈം തന്നില്ലേ എന്നാണ്. ഇത് ആലോചിക്കാൻ പറ്റുന്നൊരു ടൈം കിട്ടിയില്ലേ? 40 വയസ്സും 50 വയസ്സും 60 വയസ്സും 30 വയസ്സും 20 വയസ്സും ആയുസ്സാണ്. ആ ആയുസ് നിങ്ങൾക്ക് തന്നില്ലയോ എന്ന റബ്ബിൻ്റെ ചോദ്യം. ഇനി 2, വജാഅകുമുൻ നദീർ. നിങ്ങളെ പോക്ക് ശരിയല്ല, നിങ്ങളെ പിടിക്കും, നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കും, നിങ്ങളെ അല്ലാഹു ശിക്ഷിക്കും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് വന്നില്ലയോ? ഇത് അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. എപ്പോൾ എല്ലാം കഴിഞ്ഞ്, വിധിയും കഴിഞ്ഞ് നരകത്തിലെത്തപ്പെട്ട മനുഷ്യനോട് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, അവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, അല്ലടോ നിങ്ങൾക്കൊരായുസ് തന്നില്ലേ? തന്നു. ആ ആയുസ്, അത്രയും സുദീർഘമായ സമയം ലഭിച്ചില്ലേ? നിങ്ങൾ മനസ്സിലായോ? അത്രയും സമയം തന്നില്ലേ? എന്താണ് ചെയ്തത്? ബാപ്പമാർ ഓരോരുത്തരും ആലോചിക്കും, ഉമ്മമാർ ഓരോരുത്തരും ആലോചിക്കും. അള്ളാഹു എനിക്ക് നൽകിയ സമയം, എനിക്ക് നൽകിയിട്ടുള്ള സമയം, ആ സമയം സുദീർഘമായ സമയമാണ്. സുദീർഘമായ സമയം. ഞാൻ എന്താണ് ആ സമയത്തിൽ ചെയ്തു വെച്ചത് എന്ന് വാപ്പമാരാലോചിക്കണം, ഉമ്മമാരാലോചിക്കണം. ഇന്നലെ ഞാൻ എങ്ങനെ പറഞ്ഞെന്നറിയാം. പലപ്പോഴും വാപ്പമാരും ഉമ്മമാരും ഒക്കെ പരാതി പറയാറുണ്ട്, സങ്കടം പറയാറുണ്ട്. കുട്ടികളെ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടണില്ല, ഒരു തോന്നിയ പോലെ ഇങ്ങനെ പോവുകയാണ്, പറഞ്ഞാലും കേൾക്കണില്ല. അത്തരം ആളുകൾ സങ്കടം പറയുമ്പോൾ, കോളേജിലായതുകൊണ്ട് പല രക്ഷിതാക്കളും വരും വർത്താനം പറയും. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, ഇവൻ എത്ര വയസ്സുണ്ട്? എടാ എനിക്ക് എത്ര വയസ്സുണ്ട്? എൻ്റെ പ്രായം എത്രയാണ്? 7 വയസ്സ്. 7 വയസ്സ്. ഞാൻ ചോദിച്ചതും കിട്ടിയ ഉത്തരവും എൻ്റെ ഈ സന്ദർഭത്തോട് വളരെ യോജിച്ചത് സംഗതിയാണ്. 7 വയസ്സ്. 7 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വാപ്പയെ സംബന്ധിച്ച്, ഒരു ഉമ്മയെ സംബന്ധിച്ച് വളരെയധികം ഗൗരവമുള്ള ഒരു സമയമാണ്. തൻ്റെ കുട്ടിയുടെ 7ാമത്തെ വയസ്സ്. എന്താ അത്? എന്താണത്? അതിങ്ങനെ ഇരിക്കണം. 7 വയസ്സ് എന്ന് പറഞ്ഞ നിർണായകമായ വയസ്സാണ്. ആ വയസ്സ് മുതലാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ പാഠങ്ങൾ നിർദ്ദേശിക്കപ്പെടാൻ റബ്ബ് നിശ്ചയിച്ചു തന്ന സമയം. അതിനു മുമ്പൊക്കെ ഒരു അനുകരണത്തിൻ്റെ സമയമായിരിക്കും. അങ്ങനെ അനുകരിച്ചോളും കുട്ടികൾ. അപ്പ തലകുത്തിയ മക്കളും തലകുത്തും, ഉമ്മ തലകുത്തിയ കുട്ടികൾ തലകുത്തൊക്കെ നടക്കും. പക്ഷെ വാപ്പ എന്ന നിലയിൽ തൻ്റെ നിർദ്ദേശം, തൻ്റെ ഡ്യൂട്ടി തുടങ്ങേണ്ടുന്ന സുപ്രധാനമായ സമയമാണ് 7ാമത്തെ വയസ്സ്. ഉമ്മയുടെ ഡ്യൂട്ടി തുടങ്ങേണ്ട സമയമാണ്. നിങ്ങൾ പറയും, ഇനി ഇരിക്കുന്ന ഉമ്മമാര് ഒക്കെ അപ്പുറത്ത് ഉമ്മമാരുണ്ടല്ലോ, ഞാൻ ഈ പറഞ്ഞ സമയത്ത് തങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രവാചകന്റെ ഹദീസ് അതാണത്, മുറു ഔലാദക്കും ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീൻ. 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം ഇവിടാ കുട്ടിയെ, ഇവിടാ എനിക്ക് 7 വയസ്സായി നിസ്കരിച്ചോളി. അതല്ല വർത്താനം. അത് ഹദീസിൻ്റെ അക്ഷരവായനയാണ്. ഹദീസിനൊരു കൃത്യമായൊരാശയമുണ്ട്. അതെന്താണ്?
ഒരാൾ നിസ്കരിക്കണമെങ്കിൽ എന്തു വേണം? നിസ്കാരവുമായി ബന്ധപ്പെട്ട പാഠങ്ങളൊക്കെ ആ കുട്ടിക്ക് അറിയണം. ഏതു മുതൽ? വസ്ത്രധാരണം, ശുദ്ധീകരണം, മനസ്സിലായോ? ശ്രദ്ധ എന്ന് തുടങ്ങുന്നതെല്ലാം ആ കുട്ടിയിൽ നട്ട് നനച്ചു കൊണ്ടുവരേണ്ടുന്ന പ്രായമാണ് ഏത്? 7 വയസ്സ്. ഇനി അടുത്ത കാലത്ത് കല്യാണം കഴിയുകയും 8 കൊല്ലം 9 കൊല്ലമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച ആളുകൾക്ക് എന്തായാലും അള്ളാഹു സന്താനത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു 7 വയസ്സായിട്ടുണ്ടാവും. ഇപ്പോൾ ഉണ്ടാവില്ലേ? അതിലെ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇസ്ലാമിക വസ്ത്രധാരണം ശ്രദ്ധിക്കണമെന്നും ആ കുട്ടിക്കതേ വാങ്ങിക്കൊടുക്കൂ എന്നും ശഠിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ടെന്ന് ഗൗരവത്തിൽ പറയേണ്ട വിഷയമാണ്. ഇത് വെറും ഒരു വർത്താനല്ല. കുറേ അങ്ങോട്ട് കഴിഞ്ഞൊരു 10-18 വയസ്സാകുമ്പോൾ, ഇപ്പം കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുമ്പ് കണ്ടില്ലേ ഒരു പെൺകുട്ടി, അവരേത് നാട്ടുകാരെന്ന് എനിക്കറിയില്ല, ആ കുടുംബത്തെ എനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, +1 +2 പഠിക്കുന്ന ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന് പ്രാഥമികമായി വന്ന വിവരത്തിൽ നമ്മൾ ലഭിക്കുന്നത്, ഗൾഫിലുള്ള വാപ്പയോട് തൻ്റെ സ്കൂളിലെ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഒരുമിച്ച് ടൂറ് പോകുന്നുണ്ട്, അതിലെനിക്കും പോകണം, 3 ദിവസമാണ് യാത്ര. പാപ്പക്ക് എന്തോ ഒരു ഭയപ്പാടുണ്ട്. പാപ്പ മോളോട് പറഞ്ഞു, വേണ്ട മോളെ, പാപ്പ വന്നിട്ട് പാപ്പ കൊണ്ടുപോകാം. കുട്ടി ശടിച്ചു, പാപ്പ സമ്മതിച്ചില്ല. ആ ഒരൊറ്റ കാരണമായിരുന്നു എന്നാണ് പറയുന്നത്. അവൾ പോയി ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു അതിൻ്റെ വിഷയം? ഞാൻ അതിനാണ് പറഞ്ഞത്, ഈ ടൈം എഴുതി വെക്കേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞതോ ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ടാക്കിയതോ ഏതെങ്കിലും സാമൂഹിക വിദഗ്ധന്മാർ അവരുണ്ടാക്കിയതൊന്നുമല്ല. അല്ലാഹുവിൻ്റെ വഹയിലൂടെ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിറത്തിൻ ഫസ്തവാ എന്ന പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൽ പഠിപ്പിച്ച അല്ലാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ വഹബീബുനാ വഖുറത്തു അയുനിനാ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം അല്ലാഹുവിൻ്റെതല്ലേ? ഹലോ, അള്ളാൻ്റെതല്ലേ? ഇങ്ങനെ അങ്ങോട്ട് കേട്ടുപോയാൽ പോരാ, കുറച്ചിങ്ങോട്ട് ഇങ്ങനെ പറയണം, എന്നാലും നിങ്ങളിതിൽ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹവ അടിച്ചങ്ങ് പോവുണ്ടാവുള്ളൂ. അത് അള്ളാൻ്റെ നിർദ്ദേശമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന് മനുഷ്യൻ്റെ മനസ്സും അവൻ്റെ ശരീരവും അവൻ്റെ വളർച്ചയും അവൻ്റെ ബുദ്ധിയുടെ തോതുമൊക്കെ അറിയുന്നവനല്ലേ? അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. അല്ലാഹുവിൻ്റെ ഖുർആൻ അവനറിയുമല്ലോ. ആ സൃഷ്ടിയെക്കുറിച്ച് കൃത്യമായി അറിയുന്നവനാണ് അല്ലാഹു. ആ അല്ലാഹുവാണ് എന്ത് ചെയ്തത്? അവൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിച്ചു കൊടുത്തു, സമുദായത്തോട് ബോധ്യപ്പെടുത്ത്. 7 വയസ്സ് അനുകരണത്തിൻ്റെ സമയം 5-6 വയസ്സ് തുടങ്ങിയാൽ പിന്നത് പ്രായോഗിക പരിശീലനത്തിലേക്ക് വരേണ്ടുന്ന സുപ്രധാനമായ സമയമായ 7ാമത്തെ വയസ്സ്. ആ വയസ്സ് മുതൽ ഇസ്ലാമിക ശരീഅത്ത് അഭ്യസിപ്പിച്ചു തുടങ്ങണം എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് വാപ്പ മടിച്ചാൽ, ഈ കാര്യത്തിൽ വാപ്പ വിമുഖത കാണിച്ചാൽ, ഉമ്മ വിമുഖത കാണിച്ചാൽ 18ാമത്തെ വയസ്സിൽ അവൻ്റെ കൊല്ലിക്ക് പിടിച്ച അവൻ്റെ അടുത്ത് നിന്ന് മോന്തക്ക് ഇട്ടുവരണം. തിരിഞ്ഞോ? ഇന്നിവിടെ കിടന്നിട്ട് എന്ത് ചെയ്യണ്ട, ചാടി കളിക്കണ്ട. അന്ന് തുടങ്ങണമായിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സ്, റബ്ബനാ ഹബ് ലനാ
മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പ്രാർത്ഥിക്കലല്ലേ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കലുണ്ട്. ആ കണ്ണിൻ്റെ കുളിർമ നമുക്ക് വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പണിയെടുക്കണം. നമ്മൾ നമ്മുടെ വീട്ടിൽ പണിയെടുക്കണം. ചില ആളുകൾ ഉസ്താദുമാരെ കുറ്റം പറയുന്ന ചില മഹാപൊട്ടന്മാരുണ്ട്. മദ്രസയിൽ എത്ര മണിക്ക് കലിയിലെ തുടങ്ങണം? മദ്രസ 6:30 അല്ലെ 6:45 തുടങ്ങി എത്ര മണിക്ക് തീരും? 8:45 9 മണിക്കുള്ളിൽ ഖലാസ് അല്ലേ? 8:15 ഖലാസ്. എത്ര ടൈം കിട്ടി? പറഞ്ഞൂടെ എത്ര ടൈം കിട്ടി? 1.5 മണിക്കൂർ കുട്ടീനെ പറഞ്ഞു വിട്ട പാപ്പ പറയാണ്, നിങ്ങളാണ് എൻ്റെ കുട്ടീനെ നന്നാക്കേണ്ടത്. ഓളവിടെ നിന്ന് പറയും, ഞാനാണെങ്കിൽ എൻ്റെ കുട്ടിയെ നന്നാക്കേണ്ടത് ഞാനല്ല, നീയാണ്. എൻ്റെ നിർദ്ദേശം എന്താ? ഞാൻ ആരാണ്? ഞാൻ മുർഷിദാണ്. ഞാൻ ആരാണ്? ദാലാണ്. വഴി കാണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയൂ. ആ വഴിയിലൂടെ കൊണ്ടുപോകേണ്ടുന്ന പണി പാപ്പാൻ്റെ ഉമ്മാൻ്റെ പണിയാ. അപ്പണി നീ എടുക്കാതെ അത് ഇങ്ങോട്ട് തട്ടരുത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂൽ വാപ്പാനെ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, മുറു ഔലാദക്കും മുറു തിൽമീദക്കും എന്നല്ലല്ലോ, ആണോ? മുറു തലാമീദക്കും എന്നാണോ? അല്ല, മുറു ഔലാദക്കും, നിങ്ങളെ മക്കളോട്, നിങ്ങളുടെ കുട്ടികളോട്. ചെറിയ കുട്ടിയല്ലേ, എന്തിനാപ്പം അതിൻ്റെ നമ്മൾ പറയുന്നതാ അല്ലേ? നമ്മളെന്താ പറയാ? ചെറിയ കുട്ടിയല്ലേ. അവിടെയാണ് ചിന്തിക്കേണ്ടത്. ചെറിയ കുട്ടിയാണ് പിന്നീട് എന്താകുന്നത്? പിന്നെ വലുതാകുന്നത്. അതുകൊണ്ട് ആ കുട്ടിക്ക് കിട്ടേണ്ടുന്നത് കൃത്യമായ ഒരു റൂട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. മോനെ, ജീവിതം ഇതാണ്, ഇതിൻ്റെ ലക്ഷ്യം ഇതാണ്, ഇങ്ങനെയാണ് പോകേണ്ടത്, നമ്മൾ ഇങ്ങനെയാണ്. ഈ രൂപത്തിലല്ലാതെ പോയാൽ ദുനിയാവിലും നഷ്ടം, നാളെ റബ്ബിൻ്റെ അടുത്തും നഷ്ടം വരും. മോനെ, കൃത്യമായി മക്കൾക്ക് ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്തു കൊണ്ടുവരണം. ആഫ്റ്റർ 3 years എന്ന് വെച്ചാൽ 10ാമത്തെ വയസ്സ് തൻ്റെ മകനോ മകളോ 10 വയസ്സിലെത്തി. 7 വയസ്സ് മുതൽ ഞാനിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കുട്ടീനെ. അപ്പോൾ 10ാമത്തെ വയസ്സെത്തി, 10 വയസ്സെത്തി. അവിടെ എത്തിയപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് പോയിന്റ് മാറി. ഇനി മുതൽ അങ്ങോട്ട് ഇസ്ലാമിക ശരീഅത്തിന്റെ വിഷയത്തിൽ എവിടെങ്കിലും ആ കുട്ടി വിമുഖത കാണിക്കുകയോ ആ കുട്ടി ചെയ്യാതിരിക്കുകയോ ചെയ്താൽ കൊടുക്കണം, ശിക്ഷണം വരണം. അടിക്കണം എന്ന് പറഞ്ഞാൽ കൈയെടുത്ത് കോടുത്ത് തലമണ്ട കുറണം എന്നല്ല, അതല്ല. കൃത്യമായ ശിക്ഷണം ആ കുട്ടിക്ക് ബോധമാവും. ചോനെ ഇതാണ്. ഇങ്ങനെ നിങ്ങൾ ശീലിപ്പിച്ചു കൊണ്ടുവന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ നിങ്ങൾക്ക് കണ്ണിന് കുളിർമയാകും. ഇല്ലെങ്കിലോ കണ്ണിന് കരണ്ടാകും. കുട്ടീനെ കാണുമ്പോൾ തന്നെ, തൻ്റെ മോനിങ്ങനെ വരുന്ന കാണുമ്പോൾ തന്നെ പാപ്പാക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കുറവും ബേജാറ്, പഠിച്ചോനവൻ വരുന്നുണ്ട്. മനസ്സിലായോ? ഇന്നിപ്പോൾ വാപ്പാനെയും മോനെയും കൂടെ കൊണ്ടുപോകുമ്പോൾ ബാപ്പ ഉണ്ടാവും മര്യാദക്ക് താടിയൊക്കെ വെച്ച്, പാപ്പ നല്ല കുപ്പായൊക്കെ ഇട്ട് നെറിയാണിക്ക് മേലെ തുണിയൊക്കെ കൊടുത്ത് മൂപ്പരൊരു കോലത്തിൽ. അതിൻ്റെ ഇപ്പുറത്തൊരു സാധനം ഉണ്ടാവും പാപ്പാൻ്റെ കൂടെ. ഓനെ കണ്ട ഏതോ ഒരു കഞ്ചാവ് കേസിലെ പ്രതിയാണെന്ന് തോന്നുക അല്ലേ? ഓൻ്റെ മുടിയൊക്കെ ഏതൊക്കെ ലെവലിൽ വെട്ടി ലെവലാക്കി ഓനിട്ടിരിക്കുന്ന പാൻറ് ഏതാണെന്ന് ഓനെന്നെ തിരിച്ചറിയില്ല. എന്നുവെച്ചാൽ ഈ അടുത്ത ദിവസം ഞങ്ങളൊരു യാത്ര പോയി, കൊല്ലത്ത് ഒരു സ്ഥാപനം കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഏകദേശം അങ്കമാലി കാലടി ഭാഗത്ത് നിർത്തി. ഭക്ഷണം കഴിച്ചിട്ട് വരുമ്പോൾ നഷ്ടമായ മഴ. അപ്പോൾ നമ്മളവിടെ നിന്നു. അവിടെ ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. അതിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട്
ആ നിൽക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്, മോളെ ഇതിപ്പോഴത്തെ ഫാഷനാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തെ ഫാഷനാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന കുട്ടിയാണല്ലോ. അപ്പോൾ ഒരു 10-17 വയസ്സ് ഉണ്ടാവും ആ കുട്ടിക്കെന്ന് തോന്നുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ആ കുട്ടി ഇട്ടിരിക്കുന്നത് വലിയൊരു പാൻറ്റാണ്. വലിയൊരു പാൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വ്യാസമുള്ള ഒരു പാൻറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് പാവാടയല്ല, പാൻറ്റാണ്. അത് വേറൊരു രൂപത്തിലുള്ള പാൻറ്റ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതിന് തൊട്ടുമ്പത്ത് എന്തായിരുന്നു? ഇങ്ങോട്ട് എണ്ണ ഇട്ട് കയറ്റേണ്ട സാധനമായിരുന്നു. ഇപ്പം അത് പോയിട്ട് എന്തായി? ഇത് ഇങ്ങനെയായി. അപ്പം ഞാൻ ഇയാളിപ്പോൾ ചോദിക്കുന്ന ഇതേ മോളെ, അയാൾ പെണ്ണോട് പറയണം, മോളെ ഇത് ഞങ്ങൾ 1084, 80, 70 കാലഘട്ടത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന പാൻറ്റാണ് ഈ ബിൽ ബോട്ടൺ പാൻറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര സാധനമുള്ള അതായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഇത് നിങ്ങൾക്കായി. ഒക്കെ പഴയ നിങ്ങൾ തിരിച്ചു വരികയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ആ പാൻറ്റ് ഭയങ്കര സന്തോഷം തോന്നി. എന്താ കാര്യം വെച്ചാൽ മറ്റേതിനേക്കാൾ ഹൈറാണല്ലോ. ഏത് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഉമ്മ ഉണ്ടാവും പർദ്ദൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറ്. ഉമ്മൻ്റെ കൂടെ ഉണ്ടാവും ഒരു സാധനം, മനസ്സിലല്ലേ? ഉമ്മ ഇപ്പൊ ചില സ്ത്രീകൾ മുഖം വരെ മറക്കും. ആര്? അജൂസ് മുഖം വരെ മറക്കും. ശാമ്പത്ത് തോന്നിയ പോലെയാണ്. യഥാർത്ഥത്തിൽ നേരെ ഉൾട്ടല്ലേ വരണ്ട്, തിരിച്ചല്ലേ വരണ്ട്. അജൂസത്ത് ചിലപ്പോൾ മുഖം മറച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല നോക്കാം. എന്നാൽ വലിയ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന ഈ പെൺകുട്ടികൾ അവരെ എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നില്ല എന്നത് ഗൗരവമുള്ള ചോദ്യമാണ്. അത് ചോദിക്കേണ്ടത് ഉസ്താദിനോടല്ല, അത് ചോദിക്കേണ്ടത് വാപ്പയോടാണ്, അത് ചോദിക്കേണ്ടത് ഉമ്മയോടാണ്. വാപ്പയും ഉമ്മയുമാണ് ആ കുട്ടിയെ നശിപ്പിച്ചത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ശുദ്ധ പ്രകൃതിയിലാണ് അവയെല്ലാം ജനിക്കുന്നത്. എന്നാൽ അവയുടെ മാതാപിതാക്കളാണ് ആ കുട്ടികളെ ക്രിസ്ത്യാനിയാക്കുന്നത്, മജൂസിയാക്കുന്നത്, അതേ അഗ്നി ആരാധകനാക്കുന്നത്, ജൂതനാക്കുന്നതും അവൻ്റെ വാപ്പയും ഉമ്മയുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാചകം, എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണെന്നും, എന്നാൽ പിന്നീട് ആ മക്കൾ ക്രിസ്ത്യാനിറ്റിയിലേക്കോ അല്ലെങ്കിൽ ജൂതായിസത്തിലേക്കോ അഗ്നി ആരാധകരുടെ അവസ്ഥയിലേക്കോ മാറുന്നതിൻ്റെ പിന്നിൽ അവരുടെ മാതാപിതാക്കളാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ആശയം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. എൻ്റെ മകൻ ഇങ്ങനെയായതിൻ്റെ പിന്നിൽ ആരാണ്? ഞാനാ. എൻ്റെ മകൻ ഇങ്ങനെയായി. നമ്മളൊക്കെ വിഷൻ പ്ലാൻ ഇടലല്ലോ അല്ലേ? ഒരു പ്ലാൻ ഇടലല്ലേ? 2030 ഇന്നത്, 2050 ഇന്നത് എന്നൊക്കെ. നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ നമ്മൾ വിഷൻ ഇട്ടിരുന്നോ? നമ്മൾ ദ്വാരം എന്ത്? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മൾ ദ്വാരുന്നു, പക്ഷെ നമ്മൾ പ്രവർത്തിച്ചില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു. ഇങ്ങനെ സങ്കടം പറയുന്നവർ അതിൻ്റെ അർത്ഥം പ്രവർത്തിച്ചിട്ടില്ല എന്നാണ്. എനിക്കൊരു മകനുണ്ട്, ആ മകൻ ഇങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ച് അതിൻ്റെ പിന്നിൽ ഞാൻ പ്രവർത്തിക്കുന്നു. മനസ്സിലായോ? എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹത്തിൽ നിന്ന്, നമ്മൾ ഉദ്ദേശിച്ച ഈ ഹൈറായ ഭാഗത്തു നിന്ന് ആ കുട്ടി തെന്നിപ്പോകുമോ എന്ന് പേടി നമുക്കുണ്ടാകും. അപ്പം റബ്ബിനോട് കൂടുതൽ കരഞ്ഞു പറയും, പഠിച്ചോനെ എൻ്റെ കുട്ടീനെ അങ്ങോട്ട് പോകല്ലേ അല്ലാ, ഒന്ന് ഹൈറാക്കണേ റബ്ബേ എന്ന് നിരന്തരം പറയും. മനസ്സിലായോ?
അപ്പം നമ്മുടെ കണ്ണിന് കുളിർമയാണ്. എൻ്റെ മകൻ, ഒരാൺകുട്ടിയാണ് എനിക്കുള്ളത്, എൻ്റെ മകൻ മിമ്പറിൽ കയറി ഖുത്ബ പറയുന്നത് കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം, എൻ്റെ കണ്ണിന് കുളിർമ. ഇമാമ നിൽക്കുമ്പോൾ, ആ കുട്ടി ഇമാമ നിൽക്കുമ്പോൾ അവൻ്റെ ഖുർആൻ കേൾക്കുമ്പോൾ, അവൻ്റെ പാരായണം കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നനയുന്നത്, എൻ്റെ കൽബിന് സന്തോഷം വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ റബ്ബ് പറഞ്ഞതുപോലെ അതിനെങ്ങനെ കൊണ്ടുവന്നപ്പോൾ എനിക്കത് ഉപകാരമായി റബ്ബ് തന്ന്, എനിക്ക് മാത്രമല്ല അവർക്കും ഉപകാരമായി. നാളെ ആ കുട്ടി ഒരിക്കലും എൻ്റെ നേരെ കൈ ചൂണ്ടില്ല, ഉപ്പ നിങ്ങളെനിക്ക് കൃത്യമായി നിർദ്ദേശം നൽകാതെയാണ് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനായത്. ഉമ്മ, നിങ്ങളെന്നെ ശ്രദ്ധിച്ചില്ല, നിങ്ങളെനിക്ക് വേണ്ട നിർദ്ദേശം തന്നില്ല, ഞാൻ നീങ്ങിപ്പോയപ്പോഴൊക്കെ നിങ്ങളെൻ്റെ പിന്നാലെ വന്നില്ല ഉമ്മ, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ അനുഭവിച്ചേണ്ടി വന്നത് എന്ന് സങ്കടം പറയുന്നൊരു കാലത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കാം. ഇത് ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇനി മക്കളെ അത്രയും ശ്രദ്ധയോടെ കൊണ്ടുവരണം. കാരണം 4 ഭാഗവും ഇങ്ങനെ കടിഞ്ഞാണിട്ട് വലിക്കുന്നത് മാതിരിയാണ്. അതിനിടയിൽ നമ്മുടെ മക്കൾ ഇങ്ങനെ കൃത്യമായി വരണമെങ്കിൽ, സ്ത്രീകളുടെ ക്ലാസ്സിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ അടുക്കളത്തോട്ടം ഉണ്ടാക്കലുണ്ടോ? അടുക്കളത്തോട്ടം, ഒരു കറിവേപ്പില ചെടിയെങ്കിലും ഉണ്ടാക്കലുണ്ടോ എന്ന് ചോദിക്കാം. വേണ്ട, ഒരു മുളകും തൈ അല്ലേ, ആ മുളകും തൈ അവിടെ ഇട്ടിട്ട് അവിടെ നട്ടിട്ട് ഇങ്ങോട്ട് പോകല ആണോ? അല്ല. ആ മുളകും തൈ വളരാൻ അതിന് വേണ്ടുന്ന വെള്ളമൊഴിച്ച് അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ വളങ്ങൾ കൊണ്ടുവന്നിട്ട് കൊടുത്ത്, എപ്പോഴെങ്കിലും അതിൻ്റെ ഇലയിൽ ഏതെങ്കിലും ഒരു ജീവി കുത്തിയെന്നറിഞ്ഞാൽ അപ്പോഴേ വന്നിട്ട് എന്ത് ചെയ്യും, ആ ജീവിയെ ഓടിക്കാനുള്ള പണിയെടുത്ത് അങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് അത് പൂത്ത് അതിൽ കുറച്ച് മുളകുകൾ വീണാൽ അപ്പം എന്താവും? ഒരു സന്തോഷമായിരിക്കും അല്ലേ? ആ മുളക് എടുത്തിട്ട് പറയും, എന്താ ഞാൻ നട്ടുണ്ടാക്കി കൊണ്ടുവന്ന സാധനമാണ്. ഈ കുളിർമ എന്താണോ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കിട്ടാത്തത്? നമ്മുടെ മക്കളുടെ ഭാഗത്തേക്ക് പല വണ്ടുകളും പലതരത്തിലുള്ള കീടങ്ങൾ പാഞ്ഞു വന്ന് നമ്മുടെ മക്കളിൽ കുത്തിയിട്ട് അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നത് കണ്ടിട്ട് ആ വണ്ടുകളെയും ആ ക്ഷുദ്രജീവികളെയും ഓടിക്കാതെ, ആ കുട്ടികളെ ശ്രദ്ധിക്കാതെ പോയ വാപ്പ, ശ്രദ്ധിക്കാതെ പോയ ഉമ്മ, നിങ്ങൾ എന്ത് മറുപടിയാണ് പറയാനുള്ളത് ആലോചിച്ചോളി. ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു തന്ന വിഷയം. ഇത്തരം ആളുകൾ ദുനിയാവിൻ്റെ എല്ലാ രസങ്ങളും തകർന്നു പോകുന്നൊരു കാലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ച് നടന്നൊരു അപകടം. ഒരു കാറിൽ 11 കുട്ടികളെന്നാണ്. എനിക്കറിയില്ല, ഇന്നോവ ആയിക്കോട്ടെ, എന്നാലും ഒരു 11 കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ 11 കുട്ടികൾ അവര് ഏതെങ്കിലും കച്ചറ കളിച്ച് നടക്കുന്ന കുട്ടികളൊന്നുമല്ല, മെഡിസിൻ പഠിക്കുന്ന കുട്ടികളാണ്. എന്ന് പറഞ്ഞാൽ അവർ പിന്നീട് ചില മനുഷ്യന്മാരെ അവരുടെ രോഗം നിർണയിക്കാനും ചികിത്സിക്കുവാനും അവരോട് കരുണ കാണിക്കാനുമൊക്കെയുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ പോയി ഇടിച്ച് തകരുന്നു. നിങ്ങളെന്നാലും നോക്കാൻ യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ പിന്നിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് എന്താണ്? അവരുടെ ഈ വിഷയങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? അതിൻ്റെയൊക്കെ പിന്നിൽ എത്ര വിദ്യാഭ്യാസ മേഖലകളിലേക്ക് എത്ര ഉയർന്നു വന്നാലും ശരി, അതിൻ്റെ പിന്നിൽ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ബോധവും ആ കുട്ടികളുടെ മനസ്സിൽ സന്നിവേശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഏതു ദുരന്തങ്ങളെയും നമ്മൾ നേരിട്ട് കാണേണ്ടി വരും എന്ന ഗൗരവതരമായ ചിന്ത. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു ചോദിക്കുകയാണ്, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ.
നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലേ? നിങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ആയുസ് തന്നില്ലയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുൻഗാമികൾക്കൊക്കെ കിട്ടാത്ത, മുൻഗാമികൾക്കൊന്നും ലഭിക്കാത്ത തരത്തിലുള്ള നദീറുകൾ നമ്മളെ തേടിയെത്തിയിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നില്ലേ അള്ളാഹു? ഇല്ലേ? തന്നോ ഇല്ലേ? തന്നോ ഇല്ലേ? തന്നു, ബോധ്യപ്പെടുത്തി തന്നു. ഒന്നും ഏറൂലടോ എന്ന് പടച്ചവൻ പറയാതെ പറഞ്ഞു തന്നു അല്ലേ? 2 കൊല്ലക്കാലം, 2 കൊല്ലോ 2 കൊല്ലത്തിൽ അധികമോ ആകാം, പുറത്തിറങ്ങാൻ പറ്റാതെ പൂട്ടിയിട്ടില്ലേ പടച്ചവൻ? ഇല്ലേ? അനങ്ങാൻ കഴിഞ്ഞു ആർക്കെങ്കിലും? ഏത് ധിക്കാരിയും ഏത് ശക്തനും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ മുന്നിൽ അടിയറവ് പറയേണ്ടി വരുന്നു ഇല്ലേ? ഇത് പരീക്ഷണമല്ലേ? ഇത് നമ്മുടെ മുന്നിൽ കാണിച്ചെന്ന നദീറല്ലേ? എടോ, താൻ തോന്നിത്തരം കാണിച്ച് നിനക്ക് തന്ന അനുഗ്രഹത്തിൽ മതിമറന്നുകൊണ്ട് ജീവിച്ചാൽ അതിനെ തിരിച്ചെടുക്കാനും നിന്നെ തടഞ്ഞു നിർത്താനുമുള്ള കഴിവ് തന്നവനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തന്നു അല്ലാഹു. എന്നിട്ടും പാഠം പഠിച്ചില്ലല്ലോ. പഠിച്ചോ? എന്നിട്ടും പാഠം പഠിച്ചോ? എന്നിട്ടും പാഠം പഠിച്ചില്ല. ആ പാഠം പഠിക്കാത്തതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാൾ ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ തീർന്നിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ സങ്കടം തീർന്നിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ കണ്ണീര് തീർന്നിട്ടില്ല. ഒരു കുടുംബത്തിലെ ഭൂരിപക്ഷം ആളുകളും നഷ്ടമായി 1-2 ആളുകൾ മാത്രം ബാക്കിയാകുന്ന മനുഷ്യന്റെ മനസ്സിന്റെ സങ്കടങ്ങളെ, അയാളുടെ സങ്കടങ്ങളെയും അയാളുടെ പ്രയാസങ്ങളെയും അയാളുടെ പരീക്ഷണത്തെയും വേറൊരാൾക്ക് അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്നതേയല്ല. ഇന്നലെ രാത്രി പോലും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഇനി ഒരിക്കലും കാണില്ല. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മണ്ണിൻ്റെ അടിയിൽ എവിടെയോ ഉണ്ട്. അവരെ കണ്ടു കിട്ടിയിട്ടില്ല. അവരുടെ മയ്യത്ത് എങ്ങോട്ട് പോയെന്നറിയില്ല. അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യന്മാരെ നമ്മുടെ മുന്നിൽ അല്ലാഹു കാണിച്ചു തന്നു. നദീറാണത്. നമുക്കുള്ള മുന്നറിയിപ്പാണ്, താക്കീതുകളാണ്. നന്നാകടോ, നന്നാകടോ. എന്നിട്ടും ഈ സമുദായം നന്നാവണില്ല. എന്നിട്ടും നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കല്യാണ വീടുകൾ, നമ്മുടെ കല്യാണപ്പുരകൾ, കല്യാണത്തോടനുബന്ധിച്ച് നടത്തുന്ന പേക്കൂത്തുകൾ, ഇതെല്ലാം ഇന്നും അതിശക്തമായി നമ്മുടെ സമൂഹത്തിനിടയിൽ അത് കടന്നു വന്നിരിക്കുന്നു. അതിപ്പോഴുമുണ്ട്. എനിക്ക് വലിയ സങ്കടം പറയാനുണ്ട്. കാരണം ചില സമയത്തൊക്കെ എനിക്ക് അതിൻ്റെ ഖുത്ബ കഴിഞ്ഞു പോയാൽ ചില ഫോൺ വിളിക്കും, അല്ല മൗലവി നിങ്ങൾ ഖുത്ബ നടത്തി പോയ സ്ഥലമുണ്ടല്ലോ, എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? നിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുത്തൂടെ? നമ്മളറിഞ്ഞോ മനുഷ്യന്മാരെ ഇങ്ങനെ സംഭവിക്കാൻ പോണെന്ന്? ചില ആളുകൾ, ഞാനിത് പറയുന്നത് നിങ്ങളോടാണ്, നമ്മുടെ മഹല്ലുകളിലാണ്. ഇപ്പൻ്റെ പണി എന്താ അറിയോ? നിക്കാഹിൻ്റെ ഖുത്ബയിൽ ചെക്കനോട് ചോദിക്കും ഞാൻ, എന്ത് എൻ്റെ കൂട്ടുകാരും കൂടെയുള്ളവരും കൂടിയിട്ട് എന്തെങ്കിലും പണി ഒപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? സൂക്ഷിച്ചാളിൽ വലിയ കുറ്റാണ് കിട്ടാൻ പോണതെന്ന്. നിങ്ങൾ ആലോചിക്കുക, നല്ലൊരു കുടുംബത്തെ ഉണ്ടാക്കുവാൻ, നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പോകുന്ന തോന്നിയാസത്തിലൂടെയാണെങ്കിലോ. ഞാൻ ഈ കൂടെ പോകുന്ന കുറെ കഴുതകളുണ്ട്, ക്ഷമിക്കണം അങ്ങനെ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയാണ്. ചെക്കൻ്റെ കൂടെ കൂടുന്ന കുറെ കഴുതകൾ. അല്ല, നീ എന്തിനാടാ പുതിയ കുപ്പായം, ഒരേ കളറിലുള്ള കുപ്പായം ഇടുന്ന എന്തിനാ? എൻ്റെ കല്യാണോ? ഈ എന്തിനാണ് ഇങ്ങനെ? അല്ലേ? എള്ളുണങ്ങുന്നത് എണ്ണ എന്തിനാ എലിപ്പെട്ട് ഉണങ്ങണ്? ആ ഉണങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ കാണുകയാണ് ഈ ജാതി വൃത്തികേടുകൾ. എന്നിട്ട് അങ്ങോട്ട് വരിക, എന്നിട്ട് എല്ലാ തോന്നിയാസനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഒരു കൂടെ. ഞാൻ അവരെ വിളിക്കുന്ന പേര് കഴുതനല്ല, ശരിക്കും വിളിക്കുന്ന പേര്
ശൈത്താൻ എന്നാണ്. കാരണം ഖന്നാസാണ് അവർ. മിൻ ശർരിൽ വസ്വാസിൽ, എന്താ അതിനർത്ഥം? എന്നതിനർത്ഥം പ്രശ്നത്തിൽ കുടുക്കിയിട്ടിട്ട് പിന്മായും കളയാ. ഇവനെ കൊണ്ട് തള്ളിയിട, പ്രശ്നമായി കഴിഞ്ഞാൽ മറ്റവരൊക്കെ വലിഞ്ഞ് ഓൽക്കാർക്കും കുഴപ്പമില്ല, ഇവനെ കുഴപ്പമുള്ളൂ. യഥാർത്ഥത്തിൽ അത് നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരു വാപ്പ എന്നോട് പറഞ്ഞു എന്താ ചെയ്യാൻ മൗലവി, കുട്ടികളൊക്കെ അങ്ങനെ ആയപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇജ്ജ് വാപ്പ നല്ലടോ പറയേണ്ടത്, ഇജ്ജ് അടിമയെന്നാ പറയേണ്ടത്. എൻ്റെ പേര് വാപ്പ എന്നല്ല, എൻ്റെ പേര് ആ കുട്ടിയുടെ അടിമ എന്നാണ്. കാരണം വാപ്പയാണോ? ഉബുവത്ത് നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും ബുനുവത്ത് ഉബുവത്തിൻ്റെ മുകളിലെത്തില്ല. വാപ്പയുടെ താഴെ തന്നെ ആയിരിക്കും മകൻ്റെ സ്ഥാനം. ഇതിവിടെ പറ്റില്ലടാ, ഇത് സാധ്യമല്ല. എൻ്റെ നിക്കാഹ് ഭംഗിയായിട്ട് നടത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ജാതി വൃത്തികേടുകളാണെങ്കിൽ ഇജ്ജും എൻ്റെ നിക്കാഹുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഇഷ്ടമുള്ളിടത്ത് പോയി നിക്കാഹ് നടത്തിക്കോ, ജീവിച്ചോ, ഞാനും നീയുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയാനൊരു വാപ്പയുടെ ആണത്വം നഷ്ടപ്പെടുന്നതാണ് ഈ ജാതി തോന്നിയാസങ്ങളൊക്കെ മക്കളുണ്ടാകും. എന്നിട്ട് വാപ്പ വന്നിട്ട് കമ്മിറ്റിക്കാർ ചോദിക്കും, വാപ്പ പറയും ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല, അവിടെ എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഒരുപക്ഷെ നിങ്ങളൊക്കെ, ഞാനിത് പലപ്പോഴും അനുഭവിക്കുന്നതാണ്. ഇത്രയും വലിയ പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ റബ്ബ് കാണിച്ചെന്നിട്ട് പോലും ആ വിഷയത്തെ ഒന്ന് മനസ്സിലാക്കിയെടുത്ത് പഠിച്ചോനെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പറയാം. ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ, നിക്കാഹിന് തൊട്ട് മുമ്പത്തെ കളിയാണ്, പാട്ടും ബഹളവും. ഇപ്പം അങ്ങനെയാണല്ലോ, ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ എന്താണ് കളിയാൻ. അത് സോഷ്യൽ മീഡിയ ട്രെൻഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ പൂക്കളം കൊണ്ട് പാട്ടുപാടി ആണുങ്ങളും കൊണ്ടും. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ് എടപ്പാൾ ഭാഗത്തൊരു നിക്കാഹിന് കയറുന്നതിന് മുമ്പ് നമ്മൾ പുറത്തിരിക്കുകയാണ്. മാഷന്മാർക്കാരുടെ എല്ലാവരും വന്ന് നിങ്ങൾ പുറത്തിരിക്കും, മറ്റേ ആൾ വരാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവിടെ കാതിരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങ് ദൂരെ അങ്ങോട്ട് മാറിയിരിക്കും. കാരണം ഈ കോലാഹലത്തിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് ഹലാലാക്കി കൊടുക്കാൻ പോകണല്ലോ നമ്മളങ്ങോട്ട് ദൂരെ മാറിയിരിക്കുക. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഇങ്ങനെ കയറി വരുമ്പം തന്നെ ആ പാട്ടുണ്ടല്ലോ, പാട്ട് പാടി ഈ ചെക്കൻ അങ്ങനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ ചെക്കൻ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞ് 2 പൊട്ടൽ, ആ തീപ്പൊരി എല്ലാം കൂടെ ഇങ്ങനെ പൊന്തിച്ചിട്ട് എന്താ ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്ന ആരാന്ന് വെച്ചാൽ ഈ ക്യാമറാമാന്മാർ. എടാ, ഇത്രയും വലിയ പൈസ കൊടുത്തൊരു മൊബൈൽ മേടിച്ച് കയ്യിൽ വെച്ചിട്ട് വല്ലവനെയും വാടകയ്ക്ക് വിളിക്കണോടോ ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ ഇനി അഥവാ എടുക്കുകയാണെങ്കിൽ വല്ലവനെയും വിളിച്ച് ഓൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്, ഓൻ്റെ ഇഷ്ടത്തിന്. ഞാൻ കുത്തുബ നടത്താൻ നിന്നാലും ഞാൻ ആദ്യം കുടുംബക്കാരോട് പറയും, ഈ ആളുകളുണ്ട്, ഈ ആളുകൾ ഇവരൊന്നും ഇങ്ങോട്ട് കയറാൻ പാടും കേട്ടോ, ഓലൊക്കെ പുറത്തുനിന്ന് ഫോട്ടോ എടുത്തോളി, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്തോളി, ഇതുമ്മ കൊളാക്കാൻ നിൽക്കരുത്. 20 മിനിറ്റ് എനിക്ക് സംസാരിക്കണം, ആ 20 മിനിറ്റ് കൊളാക്കാൻ മുന്നിക്കട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് കേട്ടാന്ന് ഞാൻ പറയും. അപ്പോൾ ഓൻ പറഞ്ഞു കൊടുക്കണമാണ് ഇങ്ങനെ, നിങ്ങളെങ്ങനെ നടന്നോട്, അപ്പം നല്ല ഫോട്ടോ കിട്ടുന്നതാണ്. അങ്ങനെ ഫോട്ടോ എടുത്തോട്ടെ, എടുക്കണോ വേണ്ടത് വേറെ ചർച്ചയാണ്, അത് വേണമെന്നുണ്ടേ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിങ്ങനെ പൊട്ടിച്ചു പാട്ടുമ്പോഴും കയറി ഭയങ്കര മുതലാളിമാരുടെ കല്യാണം. ഈ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, ഇസ്ലാമിൻ്റെ കല്യാണത്തിൽ ഈ പറയപ്പെടുന്നതൊന്നുമില്ല. പിന്നെ പാട്ടുപാടലും ദഫ്മുട്ടലും ഉണ്ട്. അതാർക്കാണ്? ചെറിയ പെൺകുട്ടികൾക്ക് നിക്കാഹുമായി കല്യാണത്തിൻ്റെ ദിവസം ചെറിയ കുഞ്ഞുമക്കൾ, ചെറിയ കുട്ടികൾ, ഓൽക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എന്തിയിട്ടുണ്ട്, അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഓല് കൊട്ടിക്കോട്ടെ, ഓല് പാടിക്കോട്ടെ, അത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ ഈ ജാതി പിരാന്തന്മാരൊക്കെ കൂടിയിട്ടുള്ള ചാട്ടോട്ടമുണ്ടല്ലോ, അതുണ്ടാവും. അത് നിയന്ത്രിക്കാൻ ബാപ്പക്കുമ്മക്കും കഴിയണം, അത് നിയന്ത്രിക്കണം. എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഇതൊന്നും ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി എൻ്റെ മക്കൾ നിൽക്കൂല എന്നെനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് പറയാം, അങ്ങനെ പറഞ്ഞു വന്നാൽ അത് പറ്റില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടവും എനിക്കുണ്ട്. കാരണം ഞാൻ ഭക്ഷണം കൊടുത്ത് എൻ്റെ റബ്ബ് എൻ്റെ കയ്യിൽ തന്ന റിസ്ക് ഞാൻ കൊടുത്തിട്ട് വളർത്തിക്കൊണ്ടുവന്നവരാണ് അവർ.
ഞാൻ ഉണ്ടാക്കിയ എൻ്റെ വീട്ടിൽ താമസിക്കുന്നവരാണവർ. ആ മക്കളിൽ എനിക്ക് ഒരു തരത്തിലുള്ള സ്വാധീനമില്ലെങ്കിൽ പിന്നെന്തിനാ ഞാൻ വാപ്പ? ഇതൊക്കെ വിട്ടുപോയി അവസാനം ഈ മക്കൾ മഹാബദ്ധത്തിൽ ചാടി കഴിയുമ്പോൾ പിന്നീട് വാപ്പാനെയും ഉമ്മാനെയും അവർ സങ്കടപ്പെട്ടിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല. അതിൽ അങ്ങേയറ്റം പിന്നെ നമ്മൾ ഇങ്ങനൊക്കെ കൊണ്ടുവന്നിട്ടും നശിച്ചു പോയാലോ അതിൽ നമ്മൾ കുറ്റക്കാരല്ല. നമുക്ക് റബ്ബിൻ്റെ മുന്നിൽ എഴുന്നേറ്റെന്ന് പറയാം. റബ്ബ് നമ്മളെ ചോദിക്കില്ല. കാരണം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചു. പക്ഷേ അവൻ അല്ലെങ്കിൽ അവൾ അള്ളാഹുവേ അവരുടെ തോന്നിയാസത്തിലേക്ക് വരെ പോയതാണ്, അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയാം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ മക്കളെ അള്ളാഹു പിടിച്ചു നിർത്തിയാൽ എനിക്ക് പറയാൻ പറ്റുമോ, പടച്ചോനെ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ മക്കളെ ലക്ഷ്യം മറന്ന് പ്രവർത്തിച്ചിട്ടില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ കുടുംബത്തിന് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ ലക്ഷ്യം സ്വർഗമാണെന്ന് ബോധ്യപ്പെടുത്താത്ത ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് റബ്ബിനോട് പറയാൻ ഉറപ്പോടെ ചങ്കുറപ്പോടെ റബ്ബിൻ്റെ മുന്നിൽ പറയാൻ കഴിയും എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളെ നമ്മൾ കൂട്ടത്തിലുണ്ടാവും? ഇതാണ് ഈ വിഷയത്തിന് പറയാൻ ഉദ്ദേശിച്ചത്. ലക്ഷ്യം മറക്കരുത് എന്ന് പറയാൻ കാരണം അതുകൊണ്ട്. അവിടെയാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ ഒരൊറ്റ ആയത്ത് മാത്രമാണ് വിശദീകരിച്ചേട്ടാ, ഒറ്റ ആയത്ത് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ അള്ളാഹുവിൻ്റെ മുന്നിൽ അവർ പറയാണ്, പടച്ചോനെ ഒന്ന് പുറത്തേക്ക് വിട്ടതാ, ഞങ്ങൾക്ക് കുറച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാനുണ്ട്, ഞങ്ങൾ അതിനോടൊക്കെ നോ പറഞ്ഞു പോയി. ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ ചെക്കന്മാരാരും വരില്ല. എന്താണ് അവർക്ക് അവിടെ പണി? ഒരു പണിയില്ല. 7 ദിവസത്തിൽ 7 × 24 ഗുണിച്ചു നോക്ക്. അതിൽ നിന്ന് 1 മണിക്കൂർ നേരമാണ് ഖുർആൻ ക്ലാസ്. അല്ലേ ഖലീലേ? അല്ലേ, 1 മണിക്കൂർ. ഞാൻ ഖലീലിൽ നിന്ന് വിളിക്കണം, 3 പേര് മാത്രമേ എനിക്ക് ഇവിടുത്തെ ആളറിയുള്ളൂ. ആണ്ടോ എൻ്റെ പേര് പറയാം. 1 മണിക്കൂർ, 7 ദിവസത്തിൽ 1 മണിക്കൂർ. ആ 1 മണിക്കൂർ നേരം എൻ്റെ റബ്ബ് എൻ്റെ കയ്യിലേക്ക് എനിക്ക് ജീവിക്കാൻ, ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി റബ്ബ് അയച്ച പരിശുദ്ധ ഖുർആനിൽ നിന്ന് 1 മണിക്കൂർ നേരം അതൊന്ന് കേൾക്കാൻ എൻ്റെ കുട്ടിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ ഓനെ വീട്ടിൽ കിടത്താൻ പാടുണ്ടോ? പാപ്പ വന്നിട്ടുണ്ട് ക്ലാസ്സിന്, ആ പരിപ്പുണ്ട്, ആ നിങ്ങളെ കുട്ടിയോടെ ഓണ്ട അവിടെ ഞാൻ വരുമ്പോൾ ആ മൊബൈലാണ് നോക്കിയിരിക്കുന്നുണ്ട്, നിങ്ങളെന്തോ ഓനെ വിളിക്കാൻ ഞാൻ ഓൻ വരൂല, പിന്നെ എന്തിനാടെ കജ്ജ് പാപ്പാൻ വന്നിക്കണം? ചോദിക്കണ്ടേ? അല്ല മാഷ ചോദിക്കണ്ടേ? പിന്നെ എന്തിനാ ഈ വാപ്പാന്ന് പറഞ്ഞിരിക്കണത്? ബാക്കി എല്ലാ സമയവും ഓന് കൊടുത്തോളിയും, കുഴപ്പമില്ല. 7 ദിവസത്തിലെ മുഴുവൻ മണിക്കൂർ ഓന് കൊടുത്തോ, 1 മണിക്കൂർ ഇങ്ങോട്ടുണ്ടോ? എന്തിന്? എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നാളെ റബ്ബിൻ്റെ അടുത്ത് അള്ളാഹുവേ എൻ്റെ സമുദായം എന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോൾ എൻ്റെ കുട്ടിയിൽ ഉണ്ടാവരുത്, ഈ അതിലുണ്ടാവരുത്. എൻ്റെ സമുദായം ഈ ഖുർആനിനെ അഗണ്യ കോടിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് റബ്ബിനോട് അള്ളാന്റെ റസൂല് പരാതി പറയുമ്പോൾ, ആ പരാതി പറയപ്പെടുന്ന ആളുകളിൽ എൻ്റെ മോനുണ്ടാവരുത്, മോനെ നീ ഉണ്ടാവരുത് എന്നൊരു വാപ്പക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വാപ്പ? എന്നൊരു ഉമ്മക്ക് പറയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഉമ്മ? പിന്നെ ഒരു ഭർത്താവിനോടും ഒരു ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ ബന്ധം? എന്തിനാണ് പിന്നെ ഈ ബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത്രയും ഞാൻ കണിശമായി പറയുന്ന നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ ഇത്രയും ദുരിതപൂർണമായിരിക്കുന്നത് കൊണ്ടാണ്, അല്ലേ? 1 അരമണിക്കൂർ പള്ളിയിലിരിക്കാൻ പറഞ്ഞ ഓന് കഴിയണില്ല, മനസ്സിലായോ? ആ സമയത്ത് അതല്ലാത്തൊരു സംഗതി പെട്ടെന്ന് ഹാജരാവും. ഇപ്പോൾ ഒരു സാധനം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളൊക്കെ അതിൽ ആയിരിക്കും ചിലപ്പോൾ, എനിക്കറിയില്ല. ഇപ്പോൾ ഒരു എക്സർസൈസ് പണി തുടങ്ങിയിട്ടുണ്ട്. സുബഹിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആൾ പോവുക, എന്നൊരു പ്രത്യേക തരം എക്സർസൈസിൽ പോയിക്കോട്ടെ, ഞാൻ പറയില്ല. 1 മണിക്കൂർ കഴിഞ്ഞ പോലെ അത് പറ്റില്ല, ഇപ്പോഴാണ് സമയം. അതാരാണ് ചെയ്തത്? ഇവൻ സുബഹിസ്കാരം കഴിഞ്ഞിരുന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇരുന്ന് കുറച്ചു നേരം ദിക്റും തസ്ബീഹും ചില ദിക്റുകളും പ്രത്യേകം ഔറാദുകളും ഒക്കെ ചൊല്ലി
അല്പനേരം ഒരു പേജെങ്കിലും ഖുർആൻ ഓതി പള്ളിയിൽ ഇരിക്കേണ്ടുന്ന സമയം കവർന്നെടുക്കാൻ വേറൊരുത്തൻ ശ്രമിച്ചാൽ എന്തിനാ പോയത്? മരിച്ചോന്ന് പേടിച്ചിട്ട്. എൻ്റെ ഇതില്ലെങ്കിൽ ചിലപ്പോൾ നീയും ഞാൻ മരിച്ചുപോയാലോ പേടിച്ചിട്ടാ പോണേ. എടാ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ പടച്ചോൻ പിടിച്ചിർത്ത് ചോദിക്കൂലേ എന്താ അത് ചെയ്യാഞ്ഞത്? എനിക്ക് മരണം പേടി കാരണം എന്ന് ചാടാൻ പോയതാണ്. ഇപ്പൊ തുടങ്ങിയൊരു പരിപാടിയാണ്. ഞാൻ പോകുന്ന ആളുകളോടൊക്കെ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞ് പോയിക്കൂടെ? അത് പറ്റൂല, ആ സമയത്താണ് അവിടെ പരിപാടിയാണ്. ആ പരിപാടിക്ക് വേണ്ട, ആ പരിപാടി വേണ്ടാന്ന് നോക്ക്. നിനക്ക് സ്വന്തമായിട്ട് ചെയ്യാലോ എക്സസൈസ്, വേണ്ടേ? ചെയ്തൂടെ? ചാടാനും ഓടാനും കഴിയാത്ത ഒരാൾ എന്ത് ചെയ്താൽ മതി? കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ഒരു 50 പ്രാവശ്യം ആക്കുക, കാലിങ്ങനെ 50 പ്രാവശ്യം ആക്കുക, കൈവിൻ്റെ വിരലുകൾ 50 പ്രാവശ്യം ആക്കുക, കൈ ഇങ്ങനെ 50 പ്രാവശ്യം ആക്കുക, കൈ ഇങ്ങനെ 50 പ്രാവശ്യം ആക്കുക. ഖലാസ്, അത്യാവശ്യമായി. മനസ്സിലായോ? കാലിൻ്റെ അടി മുതൽ ശിരസ് വരെ എന്ത് ചെയ്യുക? ആവശ്യത്തിന് രക്തഓട്ടം കൃത്യമാക്കുകയും ചെയ്യും. രാവിലെയും വൈകുന്നേരങ്ങളൊന്നും ചെയ്ത് അത്യാവശ്യം മതി. ബാക്കി കൽബിൻ്റെ രോഗത്തിനുള്ള ചികിത്സ ചെയ്യണോ ചങ്ങായിമാരെ? ഈ ശരീരം കൊണ്ടുവച്ചാൽ അത് ദുർബലായി. കഴിഞ്ഞില്ലേ? എൻ്റെ റബ്ബെന്നെ പിടിച്ചു നിർത്തി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന റബ്ബിൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി കണ്ടെത്താൻ വേണ്ടിയല്ലേ പണിയെടുക്കേണ്ടത്? അതല്ലേ പ്രധാനപ്പെട്ട വിഷയം. എന്നാ അതിലേക്ക് പോകാത്തത്? എന്നാൽ ആ പണി ചെയ്യേണ്ട സമയത്തൊന്നും ചെയ്യാതെ പടച്ചോൻ പിടിച്ച് നരകത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ പറയും, പടച്ചോനെ ഒന്ന് തിരിച്ചുകൊണ്ടോ, ഞാൻ നല്ല ചെയ്തേക്കാം, ഞാൻ നീ പറഞ്ഞതുപോലെ ചെയ്തേക്കാം. കഴിഞ്ഞ ദിവസം എന്നെ വലിയ സന്തോഷിപ്പിച്ച ഒരാൾ എനിക്കൊരു സാധനം അയച്ചു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നുവെച്ചാൽ ഒരു പള്ളിയിൽ മസ്ജിദുൽ ഹറമുണ്ട്, മസ്ജിദുൽ നബവിയുണ്ട്, വേറെയും ചില പള്ളികളുണ്ട്. ആ പള്ളികളിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ആ ഖുർആനിൻ്റെ മുന്നിൽ വെച്ച് റൂഹ് പിടിക്കപ്പെട്ടു പോയ കുറേ മനുഷ്യന്മാരുടെ ഫോട്ടോകൾ, താൻ ഓതിക്കൊണ്ടിരുന്ന മുസാഫിലേക്ക് മുഖം കുത്തി തൻ്റെ മുന്നിലിരിക്കുന്ന മുസാഫ് വെച്ച ആ റൈഹാൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിലേക്ക് തൻ്റെ മുഖം അതിലേക്ക് പോയി അങ്ങനെ കിടന്ന് മരിച്ചുപോയ മനുഷ്യന്മാർ. അള്ളാൻ്റെ പള്ളിയിൽ സുജൂദിലേക്ക് വീണ് കിടക്കുന്ന സമയത്ത് എഴുന്നേൽക്കാൻ കഴിയാതെ റൂഹ് വിരിഞ്ഞുപോയ മനുഷ്യന്മാർ. അള്ളാൻ്റെ ഖുർആൻ ഇങ്ങനെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് മരിച്ചുപോയ മനുഷ്യന്മാർ. നിങ്ങൾ ആലോചിച്ചു, ജീവിതത്തിൽ ഇതിനേക്കാളും സന്തോഷം നൽകുന്ന ഒരു ചിത്രം വേറെ കാണാനില്ല. റബ്ബേ, എൻ്റെ അവസാന നിമിഷം നിന്റെ ഇഷ്ടത്തിനും പൊരുത്തത്തിനുമാകണേ അല്ലാ എന്നാഗ്രഹിക്കുകയും നീ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്ഥലം അതാണല്ലോ പള്ളി. അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹ് അൽ മസാജിദ്, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്. ആ പള്ളിയിൽ നിന്നെ ആരാധിച്ചുകൊണ്ടോ നിന്നിലുള്ള ആരാധനയ്ക്ക് സമയം പ്രതീക്ഷിച്ചുകൊണ്ടോ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതെങ്കിൽ സന്തോഷമാണ്. എൻ്റെ ക്ലാസ്സിൽ IMBയിൽ നടക്കുന്ന ക്ലാസ്സിൽ ഒരാൾ ക്യാൻസർ ബാധിച്ച് കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും IMBയുടെ മുകളിലേക്ക് കയറി വരും. ക്ലാസ്സിൽ രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ക്ലാസ്സിൽ വന്ന് മാറിയിരിക്കും ദൂരെ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ വരണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങളൊരിക്കൽ പറഞ്ഞല്ലോ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാവായി മരിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന്. അതുകൊണ്ട് എൻ്റെ മരണം ഏത് സമയത്ത് ഉറപ്പാണ്. അപ്പോൾ മരിക്കുമ്പോൾ അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കുന്ന ആളായിട്ട് മരിക്കണമെന്നൊരാഗ്രഹിച്ചിട്ട് സത്യം പറയാണ്, ആ മനുഷ്യൻ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പും അയാൾ തൻ്റെ പേരക്കുട്ടിയുടെ കയ്യും പിടിച്ച് ആ ക്ലാസ്സിൽ വന്നിരുന്നു. അയാൾ തിരിച്ചുപോയി. പിന്നീട് അയാൾ മരിക്കുകയാണ്. ഞാൻ ആലോചിച്ച് നോക്കി, അദ്ദേഹം മരിക്കണ സമയത്ത് ഞാൻ വിടില്ല, ഞാൻ ഉംറയിലായിരുന്നു. ശരിക്കു പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നി. ആ മനുഷ്യൻ്റെ ആഗ്രഹം റബ്ബ് സാധിപ്പിച്ചു കൊടുത്തു. കാരണം അള്ളാഹിൻ്റെ ഖുർആനിനെ അത്രയും ഇഷ്ടപ്പെട്ട് തൻ്റെ രോഗങ്ങളെ മൊത്തം മാറ്റിവെച്ചിട്ടും ആ ക്ലാസ്സിൽ പങ്കെടുത്ത മനുഷ്യൻ, അയാളുടെ മയ്യത്ത്, അയാളുടെ റൂഹ് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ആയിരക്കണക്കിന് മലക്കുകൾ വന്നിട്ടുണ്ടാകാം. കാരണം അള്ളാഹിൻ്റെ ഖുർആനെ സ്നേഹിച്ച മനുഷ്യരാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലാണ്. ഇന്ന് തീർന്നാൽ, അടുത്ത നിമിഷം തീർന്നാൽ, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ന റബ്ബിൻ്റെ ചോദ്യം
അപ്പൊ അള്ളാഹു അവസാനം പറയുന്നൊരു വാക്കുണ്ട്. അള്ളാഹു പറയും, ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, ഫദൂഖൂ ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചോളൂ, രുചിച്ചോളൂ. അക്രമികൾക്ക് ഒരു സഹായിയും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ കാര്യം അതായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലകളിൽ താന്തോന്നികളായി ജീവിച്ച് മറ്റൊരുത്തൻ്റെ സ്വത്തപകരിച്ച് കവർന്നെടുത്ത് ജീവിച്ചിരുന്നവൻ ആ ആൾ പിന്നീട് മാറുന്നത് സങ്കടം കൊണ്ട് കണ്ണുനീരോടെ പൊട്ടിക്കരയുന്ന മനുഷ്യന്മാരെയാണ് പിന്നീട് കാണുന്നത്. അള്ളാഹുവിനെ കുറിച്ചോർത്തും തൻ്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളെ ചിന്തിച്ചുകൊണ്ടും പൊട്ടിക്കരയുന്ന ഒരു കൂട്ടം ആളുകൾ സ്വഹാബികളുടെ കൂട്ടത്തിൽ നമ്മൾ കാണുന്നുവെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാക്കിയ മാറ്റം, പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ലക്ഷ്യമെന്താണെന്ന് കൃത്യമായി അറിഞ്ഞ് പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും, ജീവിതത്തിൽ എന്തൊക്കെ പോയാലും എനിക്ക് നാളെ റബ്ബിൻ്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള എൻ്റെ അമൽ അതെൻ്റെ കയ്യിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞു, നേരത്തെ ഇവിടെ കണ്ടൊരു കുട്ടിയുണ്ടല്ലോ 7 വയസ്സുള്ളത്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഒരു കുട്ടി മരിച്ചുപോയാൽ ആ കുട്ടി സ്വർഗത്തിലേക്ക് എത്തും. ആ കുട്ടി അങ്ങ് സ്വർഗത്തിലെത്തും. പക്ഷെ പ്രായപൂർത്തിയായ ഒരാൾ അത് മുതൽ അങ്ങോട്ട് നോക്കിയാൽ, ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നതിൽ 17, 18, 19 വയസ്സുള്ള 30 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട്. നിനക്ക് എത്ര വയസ്സുണ്ട് മോനെ? കറുത്ത കുപ്പായക്കാരൻ 15 വയസ്സ്. ഇപ്പം ഏകദേശം പ്രായപൂർത്തിയായിക്കണം കേട്ടോ, സൂചിച്ചാളി. ആൺകുട്ടികളാണെങ്കിൽ 15 വയസ്സാവണം. ഇനി മുതൽ അങ്ങോട്ട് ചോദ്യമുള്ള സമയട്ടാ. ഇനി മരിച്ചാൽ ചോദ്യം ഉണ്ടാവും. ആ സമയത്ത് നാളെ റബ്ബിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയാൽ ചോദ്യമുണ്ട്. എന്തൊക്കെ ചോദ്യം? അൻ ഉംരിഹി ഫീമാ അഫ്നാ, തന്ന ആയുസ്സിനെ കുറിച്ച് ചോദിക്കാൻ. എന്തിനാ നശിപ്പിച്ചത്? എനിക്ക് 50 വയസ്സായിക്കുന്നേട്ടാ, 50 വയസ്സായി. 50 വയസ്സാകും ഇപ്പോൾ ഫെബ്രുവരി 15 വരുമ്പോൾ. 50 കൊല്ലം എൻ്റെ റബ്ബ് എനിക്ക് തന്നു, അതിൽ 15 അങ്ങോട്ട് ഒഴിവാക്കാം, ബാക്കി എത്രയാണെന്ന് അത്രയും കൊല്ലം. 50ാമത്തെ വയസ്സ് ഞാൻ മരിച്ചാൽ, മനസ്സിലായോ? അത്രയും കൊല്ലം അള്ളാഹു തന്ന ആയുസ്സിനെ കുറിച്ച് എന്നോട് ചോദിക്കും. മറുപടി പറയാതെ പോകാൻ പറ്റൂല. ലാ തസൂലു ഖദമാ അബ്ദിൻ എന്നാണ്. അടിമയുടെ 2 കാലും വെച്ചയിടത്ത് നിന്ന് ഇളക്കാൻ പറ്റൂല എന്നാണ്. മനസ്സിലായോ? ഇവിടുന്ന് റബ്ബിനോട് നമ്മൾ ദ്വാരക്കുന്നതൊക്കെ ഡയറക്റ്റ് അല്ലേ? അടയാളന്മാരില്ലല്ലോ, ഇല്ല. നാളെ റബ്ബിൻ്റെ അടുത്തെത്തിയാൽ അവൻ നമ്മളോട് ചോദിക്കുന്നതും ഡയറക്റ്റാണ്, ഇടയാളൻ ഉണ്ടാവില്ല. ഇടയാളനില്ലാതെയാണ്, തുർജുമാൻ ഉണ്ടാവില്ല എന്നാണ് റസൂല പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മധ്യഭാഷി, ദ്വിഭാഷിയില്ല. റബ്ബ് ഡയറക്റ്റാ ചോദിക്കുക. അപ്പൊ ചോദിക്കണ ചോദ്യമാണ്. ആയുസ് പോരാ, അത് മാത്രം പോരല്ലോ, തനിക്ക് താൻ ആർജിച്ചെടുത്ത ഇൽമ്, ആ അറിവനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്ന ചോദ്യം. 3, താൻ ഉണ്ടാക്കിയ സമ്പത്ത് അതെവിടെ നിന്നുണ്ടാക്കി, എങ്ങോട്ട് വിനിയോഗിച്ചു, മറുപടി പറയാതെ പോകാൻ പറ്റില്ല. 4 അവൻ്റെ കൃത്യമായി അള്ളാഹു നൽകിയ നല്ല ടൈമായ ശബാബ്, യുവത്വം. മനസ്സിലായോ? യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു ഉറപ്പിച്ചു, മറുപടി പറയണം. അത് മറുപടി പറയാതെ കാലം അനക്കാൻ പറ്റൂല എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് മരിച്ചാൽ അതോടെ എൻ്റെ വിചാരണ അടുത്ത് നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ വിചാരണ അടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് മരിച്ചാൽ അന്ന് മുതൽ എൻ്റെ വിചാരണ തുടങ്ങിയെന്നാണ്. കാരണം തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ, ഇനി അങ്ങോട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ വിചാരണ അടുത്ത് നിൽക്കുകയാണ്. ആ വിചാരണയുടെ സന്ദർഭത്തിൽ
എന്തു പറയുമെന്ന ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാവണം. അവിടെയാണ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, തനിക്കിതെല്ലാം നൽകിയ റബ്ബ് തന്നോട് പറഞ്ഞ കാര്യം താൻ എത്ര കണ്ട് മുഖവിലക്കെടുത്തു എന്നും എത്ര കണ്ടതിനോട് പ്രവർത്തിച്ചു എന്നും അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയണമെന്ന ചിന്ത നമ്മുടെ ജീവിതത്തിലുടനീളം ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കണം. എങ്കിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ റബ്ബിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് കിട്ടിയ സമയം നല്ലവണ്ണം ഉപയോഗപ്പെടുത്തിക്കോളി. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന സമയം അത്രയും ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഇതിനു മുമ്പൊക്കെ പല പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളതൊക്കെ നമ്മുടെ ആ ഷെഡ്മലാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇതിങ്ങനെ ആയപ്പോൾ ഇങ്ങോട്ട് വരണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സമയം നിശ്ചയിക്കപ്പെട്ട ടൈമുണ്ടല്ലോ, ആ ടൈമിലല്ലേ നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. എന്തായാലും അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഖലീലിനെ വിളിച്ചിങ്ങനെ പറഞ്ഞു ഇന്നെന്തായാലും എത്താം. നാളെ ഞാൻ നമ്മളെ കേനമിൻ്റെ അമീറെ ഉംറ പോവാണ് നാളെ ഉച്ചയ്ക്ക്. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. എന്നാലും ഈ ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നിട്ട് പോകാമെന്ന് തന്നെ തീരുമാനിച്ചത്. ഈ സ്ഥലത്ത് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുള്ളത് കൊണ്ടാണ്. അത്രയും ഒരു ബന്ധം, ഒരു മാനസികമായ ബന്ധം ഇതുമായിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെയാണ്. ഇനി അടുത്ത പ്രാവശ്യം വരാൻ പറ്റുമോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അള്ളാഹു ആഗ്രഹം നിറവേറ്റി തന്നിരുന്നു. ഇങ്ങനെ ഒരു പള്ളി ഇവിടെ പൂർത്തിയാവുകയും അവിടെ വന്ന് ഒന്ന് നിസ്കരിക്കാൻ കഴിയുകയും ചെയ്യുക എന്നത് അൽഹംദുലില്ലാഹ് ഒരു വലിയ സന്തോഷമായിരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കാരണം അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഇതിങ്ങനെയാക്കി ഈ പള്ളി ഭംഗിയായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്, അല്ലേ? ഈമാനിൻ്റെ ഭാഗമാണത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹ്. മനസ്സിലായോ? ആ ഈമാനുള്ള ആളുകളുടെ പ്രത്യേകത പള്ളി പരിപാലിക്കുക, പള്ളി ഭംഗിയായിട്ട് കാണുക. നമ്മളെ വീട്ടിലൊരഴുക്കുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് തുടച്ച് പള്ളി അതിനേക്കാളും ഭംഗിയായിട്ട് നോക്കണം. എന്നിട്ട് കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് ഇതിങ്ങനെ എന്താ സുഹൃപ്പ് ചെയ്തത്, ഞാൻ അലങ്കരിച്ചത്, മാഷാ അല്ലാഹ് വലിയ സന്തോഷം. അതിന് ധാരാളം ആളുകൾ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടാകും. പലരുടെയും ശാരീരികമായ പ്രവർത്തനം അതിൻ്റെ പിന്നിലുണ്ടാകും. പലരും ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടാകും. പലരും മനസ്സുകൊണ്ടതിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ പള്ളിയുടെ പണി തുടങ്ങിയപ്പോൾ ഇതിനോട് അങ്ങേയറ്റത്ത് ആഗ്രഹം ഉണ്ടായിരുന്ന പലരും ഒരുപക്ഷെ ഇന്ന് ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല, ഒരു മരിച്ചിട്ടുണ്ടാകും. പക്ഷെ അവരൊക്കെ മനസ്സിൽ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഭാവം ഇവിടെ ഉണ്ടാവണം. ഞങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ പെങ്ങളെ കുട്ടി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പള്ളി ഇവിടെ ഉണ്ടാകുമെന്ന് വിചാരിക്കൂല കേട്ടോ എന്ന് പറയും. ഒരു ഉള്ളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു പള്ളി ഇവിടെ ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചു പോകില്ല. അത്രയും ഭംഗിയായി ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ഭംഗിയായി, നല്ല എന്തെനിക്ക് പറയാൻ പാടില്ല, അത്രയും ഭംഗിയായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് കാണുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പണിമലാണ്. ഇതൊന്നും ആയിട്ടില്ല. എന്നാലും തേച്ചൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ജനലൊക്കെ വെക്കാനുണ്ട്, ഇന്റീരിയർ വർക്ക് നടക്കാനുണ്ട്. പുറത്തൊക്കെ വെറും മണ്ണ് മാത്രം കുഴിയും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇന്ന് വന്ന് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷം. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇത്രയും എഫേർട്ട് അതിൻ്റെ പിന്നിലെടുത്ത ആളുകൾ. ഇനി എനിക്ക് പറയാൻ ഒറ്റ വാക്ക് കൂടിയാണ്, ഇതിൻ്റെ ഈ അവസ്ഥ നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഭംഗിയായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. മാത്രമല്ല ഞാൻ നിങ്ങളോടൊക്കെ പറയണം, നമ്മുടെ ചെറിയ മക്കളല്ലേ, കുഞ്ഞു മക്കൾ പോലും നിരന്തരം ഈ പള്ളിയിൽ വരട്ടെ. നിരന്തരം അവർക്ക് ഈ പള്ളിയിൽ അതിലേക്ക് ബന്ധം ഉണ്ടാവട്ടെ. അവരാണ് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്. മോനെ ആ കസേരകളൊക്കെ നേരട്ടെ, അല്ല നേരെ ഇരിക്കല്ലേ, അല്ലല്ല ആ രണ്ടെണ്ണം അങ്ങോട്ടിട്ട് ഈ രണ്ടെണ്ണം അങ്ങോട്ട് നേരാക്കി. അപ്പോൾ കുട്ടീന്ന് വിചാരിക്കുക ഞാനാണ് ജനട്ടോ. അപ്പോൾ ഓനും തോന്നാൻ എന്ത് ഇത് ഇതാണ്, ഞാനാണ് ആ കസേരയൊക്കെ. ചെറിയ കുട്ടികൾക്ക് അങ്ങനെയാണ്. പിന്നെ ആരെങ്കിലും വരുമ്പോൾ ആ കസേരയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനായിട്ട് അങ്ങനെ മനസ്സിലല്ലേ. അങ്ങോട്ട് വന്നാൽ ആ
ആ മുസല്ല ഉണ്ടല്ലോ അതൊന്നെടുത്തൊന്ന് തട്ടിയിട്ട് നേരെ കിട്ടാം. കാരണം അവർക്ക് മനസ്സിൽ എന്ത് ചെയ്യണം, ഇതിനോടൊരു ആത്മബന്ധം നിരന്തരമായി ഉണ്ടാവണം. അതാ ഷാഹിദ് നബി വക്കാസ് എന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇസ്ലാം വന്ന സമയത്ത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അള്ളാഹു റസൂൽ ഞങ്ങളെ വളരെ ശക്തമായി പരിഗണിച്ച് കൂടെ കൂട്ടി. ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകളായി. ഖാദിസിയ യുദ്ധം കഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതത്തോടെ മഹാനായ ഷാഹിദ് നബി വക്കാസ് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും അള്ളാഹു ഖൈറാക്കി തരുമാറാവട്ടെ. കൂടുതൽ ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. നാളെ റബ്ബിൻ്റെ അടുത്ത് ഉപകരിക്കുന്ന നല്ല സന്താനങ്ങളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്ന ആളുകൾ, ഫലസ്തീനിലെ മക്കൾ, ഫലസ്തീനിലെ സഹോദരങ്ങൾക്കെല്ലാം അള്ളാഹു സഹായം അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله.